നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ കിടാതിരുന്നിടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ കിടാതിരുന്നിടുമോ. ജീവിതത്തിന്മേടുകളിൽ ഏകയെന്നു തോന്നിയപ്പോൾ, ജീവിതത്തിന്മേടുകളിൽ ഏകയെന്നു തോന്നിയപ്പോൾ, ധൈര്യം നൽകി വാചനം നൽകി, ധൈര്യം നൽകി വാചനം നൽകി. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ കിടാതിരുന്നിടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ കിടാതിരുന്നിടുമോ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരിക്കൽ കൂടി നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ ജീവിതം ചിലവഴിക്കുവാൻ ദൈവം ഇതുവരെ ഇടയാക്കി. ഇന്ന് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തന്റെ അനുഭവ സാക്ഷ്യം പങ്കിടുവാനായിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെറോം ഡാനിയൽ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഞങ്ങളുടെ അഭിഷിക്തനെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. ഇന്നത്തെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഇത് അനേക ആയിരങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി മാറുവാൻ അവിടുന്ന് ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് കടന്നു വന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെറോം ഡാനിയലിനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിലൊന്ന് പറയാമോ? പറയാം. സ്തോത്രം. നമ്മുടെ കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും മധ്യഭാഗമായിരിക്കുന്ന ബോർഡർ ഭാഗമായിരിക്കുന്ന ഏനാത്ത്, അവിടെയാണ് ഏനാത്ത്. പ്രൈസ് ദി ലോർഡ്. ഏനാത്ത്. ഓ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ചർച്ചിനോടുള്ള ബന്ധത്തിലാണ് ആയിരിക്കുന്നത് ഇപ്പോഴ്? ഞാനിപ്പം ചർച്ചോട് ദൈവസഭ അതിലെ ഒരു ശുശ്രൂഷനാണ്. സഭയുടെ സാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കും. വീട്ടിൽ ആരൊക്കെയുണ്ട് പാസ്റ്ററെ? വീട്ടിലെ ഭാര്യ, 2 കുഞ്ഞുങ്ങള്. അപ്പോൾ തന്നെ മോക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു കുടുംബം. മോള് വിവാഹം കഴിച്ചു. അവരുടെ ഹസ്ബൻഡ് വിദേശത്തായിരിക്കുന്നു. മോന് ഡിഗ്രിയോട് ബന്ധത്തിൽ അന്ന് പഠനമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴ് ഒരു പ്രാക്ടിക്കലുള്ള ബന്ധത്തിൽ എറണാകുളം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററുടെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ കാണുമല്ലോ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവർക്കൊക്കെയും അനേക അനുഭവങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്തദാസന്റെ അനുഭവ സാക്ഷ്യം പങ്കിടുമ്പോൾ ബാല്യകാലത്തിൽ തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തെടുക്കാവുന്ന നല്ല സ്മരണകളെ ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സാക്ഷ്യം പങ്കിടുവാൻ സമയമുണ്ട്. അതിനായിട്ട് കർത്തദാസിനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്തദാസിന്റെ സാക്ഷ്യങ്ങൾ തുടരാം. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയ്ക്കടുത്ത് കുന്നത്തൂർ നെടിയവിള എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. മാതാപിതാക്കൾക്ക് ഞങ്ങൾ 4 മക്കളാണ്. അപ്പച്ചനും അമ്മയും കൃഷിക്കാരാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഭവനത്തിലെ മൂത്ത ആളാണ് ഞാൻ. സ്തോത്രം. എന്റെ ബാല്യകാലം ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. ബാല്യകാലം കുഞ്ഞുങ്ങളുടെ കൂടെ, എന്റെ ചെറു കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം ഏകദേശം 6 ആള് കാഴ്ചയുള്ള ഒരു കുഴിയിലേക്ക് ആരാണ് മുമ്പേ എടുത്ത് ചാടുന്നത് തമ്മിൽ ഇങ്ങനെ വാക്കുതർക്കം നോക്കി. ആ സമയം മുമ്പും പുറവും നോക്കാതെ ആ കുഴിയിലേക്ക് ഞാൻ എടുത്ത് ചാടി. എന്റെ തടലി ഒടിഞ്ഞതാണ്. കൂടെ നിൽക്കുന്ന കുട്ടികൾ നിലവിളി കേട്ട് അവർ ഉച്ചത്തിൽ നിലവിളിക്കുവാൻ ഇടയായി. അങ്ങനെ മാതാപിതാക്കൾ ഓടി വന്നപ്പോൾ എനിക്ക് ബോധമില്ലെന്നാണ് അവരുടെ ഞാൻ അറിഞ്ഞെടുത്തത്.
ആ താഴോട്ട് പോകുന്ന പോക്കിൽ കല്ല് വെട്ടിയ കുഴിയാണ്. എന്റെ തല സൈഡിൽ അടിക്കുകയോ എന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്റെ ജീവിതം അവിടെ നഷ്ടമായിരുന്നു. എന്നാൽ സർവശക്തിയുള്ള ദൈവം എന്റെ ചെറുപ്രായത്തിൽ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. പ്രാണഗതി വരാതെ ദൈവം ശിക്ഷിക്കുവാനായി തീർന്നു. മാത്രമല്ല, എന്റെ മാതാപിതാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടത്, അപ്പച്ചൻ അമ്മയെ വിവാഹം കഴിച്ച ശേഷം ദീർഘനാള് മക്കളില്ലാതിരുന്നു. അന്ന് അവർ കത്തോലിക്ക സഭയോടുള്ള ബന്ധത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്നു. അമ്മ അവർ പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്റെ പിതാവ് വർഷം മുടങ്ങാതെ കേരളക്കരയിൽ പേരെടുക്കപ്പെട്ട പള്ളിയാണ് മലയാറ്റൂർ പള്ളി. ആ പള്ളിയിൽ ഒരു പറ്റനും എല്ലാ വർഷവും എന്റെ പിതാവ് ആ പള്ളിയിൽ പോകുമായിരുന്നു. എന്നെയും ആ നിലവാരത്തിൽ, ഒരു പള്ളി പറ്റി നിലവാരത്തിൽ എന്നെ മുന്നോട്ട് വളർത്തുവാനിടയായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്മ പറഞ്ഞ് കേട്ട അറിവ്, മക്കളില്ലാതിരുന്ന സ്ഥാനത്ത് അമ്മ പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ യഹോവയുടെ വചനത്തിരിക്കുന്ന മക്കൾ യഹോവ തരുന്ന ദാനവും പ്രതിഫലമാണെന്നും ദൈവത്തിന് സമയമായപ്പോൾ മാതാപിതാക്കൾക്ക് എന്നെ ദാനമായി കൊടുത്തു. അങ്ങനെ വലിയ സന്തോഷത്തിലും ലാളനത്തിലും അത് എന്റെ മാതാപിതാക്കൾ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായി. അവർ പറയുന്നത് ഞാനൊരു നേർച്ചപുത്രനാണെന്നാണ്. അവർ നേർച്ച ചെയ്തു, അങ്ങനെ കിട്ടിയതാണെന്നാണ് അവർ പറയുന്നത്. എല്ലാ വർഷവും എന്റെ ജന്മദിവസവും വലിയ ആഘോഷത്തോട് പ്രാർത്ഥനകളും ആ കാര്യങ്ങളൊക്കെ എന്റെ മാതാപിതാക്കൾ. എന്നാൽ ഏകദേശം ഒരു 13-14 വയസ്സൊക്കെ ആയപ്പോഴേ കൂട്ടുകെട്ടിൽ ഞാൻ പിടിക്കപ്പെട്ടു. മദ്യത്തിന്റെ രുചി എന്റെ ചെറുപ്രായത്തിൽ നാവിന്റെ തുമ്പിൽ അതിന്റെ രുചി പറ്റുവാനിടയായി. പുകവലിയിൽ ഞാൻ അഡിക്റ്റാകുവാനിടയായി. വെറ്റല കൂട്ടി മുറുക്കാൻ അതിൽ ഞാൻ വളരെ അടിമയാകുവാനിടയായി തീർന്നു. മക്കളില്ലാതെ ഇരുന്ന മാതാപിതാക്കൾ ഒരു കുഞ്ഞിനു വേണ്ടി കാത്ത് ആഗ്രഹിച്ചു കൊതിച്ച എന്റെ മാതാപിതാക്കൾ അവസാനം തലയിൽ കൈവച്ചിട്ട് പറയുവാനിടയായി, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ശാപവാക്ക് എന്നെ നോക്കിക്കൊണ്ട് പറയുവാനിടയായി. അതുപോലെ കൂട്ടുകെട്ടിൽ പിടിക്കപ്പെട്ട് സമൂഹം വെറുക്കുന്ന, ദേശം വെറുക്കുന്ന, വീട്ടുകാർ വെറുക്കുന്ന പല ദുർസ്വഭാവങ്ങളിലേക്ക് രാത്രിയിൽ റൂമിൽ ഉറങ്ങാൻ കിടക്കും. എന്നാൽ സെക്കൻഡ് ഷോ സമയമാകുമ്പോൾ അതൊക്കെ കാണുവാനായി ആ തിയേറ്ററിലേക്ക് കടന്നിട്ടുള്ളൂ. അവസാനം എന്റെ വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അനുഭവത്തിലേക്ക് ഞാൻ ഓർപ്പിച്ചല്ലോ. എന്റെ വീട്, മാതാപിതാക്കൾ കൃഷിക്കാരാണ്. ഇഷ്ടംപോലെ കൃഷി ചെയ്ത സാധനങ്ങൾ എന്റെ ഭവനത്തിലുണ്ട്. പട്ടിണിയില്ല. പരിസരത്തുള്ള ഭവനങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് സുരക്ഷമായ രീതിയിലാണ്. എന്നാൽ ഈ കൂട്ടുകെട്ടും മറ്റ് തെറ്റായ മാർഗങ്ങൾ ഞാൻ വീട് വിട്ടിറങ്ങുവാൻ, അമ്മയ്ക്ക് സമാധാനമില്ലാത്ത എന്നെ തിരക്കി എന്റെ പിതാവ് എന്റെ വീട്ടിൽ നിന്ന് പല സ്ഥലത്തു സഞ്ചരിച്ചു. എന്നെ തിരക്കി. ഒരു പ്രാവശ്യം ശാസ്താംകോട്ടയ്ക്കിടയ്ക്ക് അടുത്തുള്ള ഭരണിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോൾ പിതാവ് വാഹനത്തിൽ മറ്റൊരു ബന്ധുവീട്ടിൽ പോയിട്ട് എന്നെ തിരക്കി വരും. എന്നെ കണ്ടു. പെട്ടെന്ന് ഇറങ്ങി എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടു. മാത്രമല്ല, ഞാൻ കാണിക്കുന്ന ഓരോ കുരുത്തിക്കേടിനും എന്റെ വീടിന്റെ മുന്നിൽ ഒരു പുളിയുണ്ട്. ആ പുളിയിൽ എന്റെ കൈകൾ കെട്ടിയിട്ട് മനസാക്ഷിയില്ലാത്ത നിലവാരത്തിൽ എന്നെ ഉപദ്രവിക്കുന്ന അനുഭവങ്ങൾ അതാ പിതാവും എന്റെ മുന്നിൽ ഉണ്ടാവുക.
എന്നാൽ ഞാൻ ഈ വീട് വിട്ടിറങ്ങി എന്ന് പറഞ്ഞല്ലോ, അവിടുന്ന് എന്റെ പിതാവ് എന്നെ കൂട്ടി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ഒന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുന്ന ആ പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ വീട്ടിലൊരു ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് കുളിക്കാൻ പോകുന്നത്. അടുത്ത കുളമാണ്, അടുത്ത വലിയൊരു കുളമാണ്. കുളത്തിലേക്ക് കുളിക്കാൻ പോയ ഞാൻ അവിടെ വിട്ട് കുറച്ച് മുമ്പോട്ട് യാത്ര. ഞങ്ങളുടെ അടുത്ത് വലിയ ആഞ്ഞിലുണ്ട്. അഞ്ചൊക്കെ പഴുത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടിരിക്കുന്ന ആളാണ്. ആഞ്ഞിലിച്ചക്ക കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് കയറി പറിച്ചാലാണ്. അങ്ങനെ ആ മരത്തിന്റെ മുകളിൽ കയറി കൊമ്പത്ത് കിടക്കുന്ന ആഞ്ഞിലിച്ചക്ക പറിക്കേണ്ടതായി ആ കമ്പിൽ എന്റെ കാലുകൾ കെട്ടിയിരുന്നു. ഞാൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ കമ്പ് ഒടിഞ്ഞ് ഞാൻ തലകുത്തനെ താഴോട്ട് കയറി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താഴോട്ട് ആ കമ്പുമായി ഞാൻ താഴോട്ട് വരുമ്പോൾ ആ കമ്പ് എവിടെയോ ഒന്ന് തട്ടി കമ്പ് കറങ്ങിയപ്പോൾ ഞാൻ അവസാനം കമ്പിന്റെ തൂപ്പിന്റെ മുകളിലായി ഞാൻ. അത് വന്ന് നിലത്ത് പറ്റി എന്റെ മുട്ട് വന്നിടിച്ചു. ആ കമ്പ് തിരിഞ്ഞ് കറങ്ങി വന്നിട്ട് വാരിയിൽ, തോളിന്റെ വാരിയിൽ അടിച്ചു. വാരിയിൽ പൊങ്ങി എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഓടി വന്ന് വെള്ളത്തിലിറങ്ങി നീന്തി കഴിഞ്ഞാൽ എന്തെങ്കിലും കേടുപറ്റിയാൽ മാറുമല്ലോ എന്ന് ചിന്തിച്ച് കുളത്തിലിറങ്ങി നീന്തി കഴിഞ്ഞപ്പോൾ കരയ്ക്ക് കയറാൻ കഴിയില്ല. ശ്വാസമുട്ടിലായി, വിട്ടമായി. ഒരു പരുവത്തിൽ എന്റെ വീട്ടിനടുത്തുള്ള വീട്ടിൽ ചെല്ലാൻ പറ്റി. വീട്ടിനടുത്തുള്ള വീട്ടിൽ ഞാൻ ചെന്നു. എന്റെ രംഗമൊക്കെ കണ്ടപ്പോൾ എന്റെ അമ്മയെ പെട്ടെന്ന് വിവരം അറിയിച്ചു. അമ്മ ഓടി വന്നപ്പോൾ ഞാൻ ശ്വാസം തെറ്റാൻ കഴിയാതെ വളരെ സ്പോട്ട് അനുഭവിച്ചിരിക്കുകയാണ്. അപ്പത്തിൽ മറ്റൊരു സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഓടിച്ചെന്നു. അപ്പച്ചന്റെ അടുക്കൽ പറഞ്ഞു, അവനെന്തോ കുഴപ്പം പറ്റി, പെട്ടെന്ന് വാ. ഞാൻ കേട്ടത് അവിടെ കിടന്ന ചീനക്കമ്പ് എടുത്തുകൊണ്ട് അമ്മയെ അടിക്കുവാനായി അപ്പച്ചൻ ഓടി. സ്തോത്രം. എന്നാൽ രണ്ടാം പ്രാവശ്യവും എന്റെ മാതാവിന്റെ വാക്ക് കേട്ട് അപ്പച്ചൻ വന്നപ്പോൾ ഞാൻ നല്ല സംരക്ഷിച്ചിരിക്കുകയാണ്. എന്നെ കാർ വിളിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ് ആ വലിയ മരണത്തിൽ നിന്നും ദൈവം എന്നെ. സ്തോത്രം. എന്റെ 19ാമത്തെ വയസ്സിൽ അപ്പോഴൊക്കെ സൗണ്ട് സിസ്റ്റം, ഇലക്ട്രിക് വർക്കിന്റെ ഒക്കെ പണി നടച്ചു. എന്റെ 19ാമത്തെ വയസ്സിൽ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുവാനായി ഞാൻ കൊണ്ടുവന്നു. നമ്മുടെ പത്തനംതിട്ട ജില്ല അടൂരിനടുത്ത് കടമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലം, അതിനടുത്ത് നിലയ്ക്കപ്പോൾ എന്ന് പറഞ്ഞ ഒരു ന്യൂ ഇന്ത്യ ചർച്ച് 4 ദിവസത്തെ കൺവെൻഷനാണ്. ആ കൺവെൻഷനിൽ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുവാനായി ഞാൻ കടന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ് അവിടെ ഉപയോഗിച്ചത് 4 ദിവസം. എന്നാൽ അവിടെ പറയപ്പെട്ട വചനം ഒന്നും എന്നെ സ്പർശിച്ചു. ഞാൻ അതിന് ശ്രദ്ധ കൊടുത്തു. സ്തോത്രം. എന്നാൽ ശനിയാഴ്ച വൈകിട്ട് ഞാൻ അറിയുവാനിടയായി, ഞാൻ കാണുന്നത് മറ്റൊരു പ്രാർത്ഥിക്കും. ആൾക്കാർ ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവർ കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രധാന വിഷയം 10 പേര് സ്നാനപ്പെടുവാൻ, വെള്ളത്തിൽ സ്നാനപ്പെടുവാൻ വേണ്ടി തയ്യാറായ ഒരാൾ ഒക്കെ ഞാൻ കണ്ടു. എനിക്കൊന്നും അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അറിയാൻ പറ്റി. അവർ കൂട്ടമായിരുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ കാണാനുണ്ട്. നമ്മുടെ അതിൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മളെ സ്പർശിക്കുന്ന വിഷയങ്ങളൊന്നും അല്ലല്ലോ. എന്നാൽ അവർ കൂട്ടമായി കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു. 10 പേർ സ്നാനപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന അവരുടെ കൂട്ടത്തിൽ ഒരാൾ പിന്മാറി. ആ വിഷയത്തിന് വേണ്ടിയാണ് പിന്മാറിയല്ലോ, ചികിത്സാനത്തിനെ കൊണ്ടുപോയല്ലോ എന്നോർത്തുകൊണ്ടാണ് അവിടെ ശുശ്രൂഷിക്കുന്ന തിരുവല്ല സ്വദേശിയായിരിക്കുന്ന PK സോമൻ എന്നുള്ള ദേവദാസനാണ് ആ ചർച്ച ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ അവരെല്ലാം ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴേ സന്ധ്യ സമയമായി, കൺവെൻഷന്റെ സന്ധ്യ സമയം.
അന്നത്തെ രാത്രിയിലെ ശുശ്രൂഷ വളരെ അനുഗ്രഹമാണ്. അന്ന് രാത്രി തന്നെ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഒരുവിധ കാര്യങ്ങൾ, സൗണ്ട് സിസ്റ്റത്തിന്റെ ഒരുവിധ കാര്യങ്ങൾ കൺവെൻഷൻ കമ്മിറ്റി ആണ് പോകും. ഞാൻ അതൊക്കെ ഒരു ഭാഗം ഒതുക്കി വെച്ച് പിറ്റേ ദിവസം ഞായറാഴ്ച ആരാധന ആണ്. ആ ഞായറാഴ്ച രാവിലെ ഞാൻ കുളിച്ചിട്ട് അടുത്തുള്ള സ്ഥലത്ത് പോയി കുളിച്ചിട്ട് കടന്നു വരുമ്പോൾ ഞാൻ അറിയുന്നത് സ്നാന ശുശ്രൂഷിക്കാൻ ഇവിടുന്ന് അല്പം അകലെ വാഹനത്തിൽ ആൾക്കാർ പോകുന്നുണ്ടെന്നാണ്. പെട്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു, വാഹനത്തിലല്ലേ പോകുന്നത്, ഇവിടെ സൗണ്ട് സിസ്റ്റം പോകുന്നത്, നമുക്ക് വെച്ച് കെട്ടി പാട്ടൊക്കെ പാടിക്കൊണ്ട് പോകാം. അത് പറഞ്ഞതിന്റെ കാര്യം, ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊക്കെ സൗണ്ട് സിസ്റ്റമൊക്കെ ഞങ്ങൾ കെട്ടി കൈയടിച്ച് പൂക്കൊക്കെ വിളിച്ച് പോകുന്ന രംഗങ്ങൾ എനിക്കറിയാം. അപ്പോഴേ ഞാൻ പറഞ്ഞു, നമുക്ക് എന്തൊരു സൗണ്ട് സിസ്റ്റം ഉണ്ടല്ലോ, നമുക്ക് അതുപോലെ തന്നെ എല്ലാം വെച്ച് കെട്ടി നമുക്ക് പോകാം. ആ സന്തോഷം ഓർത്താണ് അവരുടെ കൂടെ പോകാനായിട്ട് തയ്യാറായത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവിടെ ചെന്നു. കല്ലടയാറ്റിന്റെ തീരത്ത് ഓരോ വ്യക്തികളെ അതിന്റെ പ്രസിഡന്റ്, ആ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് സ്നാനപ്പെടുത്തുന്നു. സ്നാനം ഞാൻ കണ്ടുകൊണ്ട് കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ചെറുപ്രായത്തിൽ മാമോദിസയുടെ സ്നാനം ഏൽക്കപ്പെട്ട ആളാണ് ഞാൻ. ഇനിയൊരു സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ? വേണോ? ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ സ്നാനക്കടവിൽ നിന്ന് മാറിപ്പോകുന്നതിന്റെ ഒരു ആഗ്രഹം എനിക്ക് കഴിയുന്നില്ല. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നോട് പറയുന്നൊരു വാക്ക്, അത് ജെറോ, നിനക്ക് ഇതാണ് അവസരം. ഞാന് ആരെന്ത് പറഞ്ഞാലും തമാശ കൊള്ളിക്കുന്ന മക്കൾ കളിയാക്കും. എന്റെ അടുക്കൽ വന്ന് ആ സംസാരിച്ച ചെറുപ്പക്കാരനെ ഞാൻ കളിയാക്കും. ഞാൻ SSLC പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഉപദേശിമാർ വരുന്നത് കണ്ടിട്ട് ഉപദേശിമാരെ പരസ്യമായി കളിയാക്കിയ ഒരു മനുഷ്യനാണ്. അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ അടുപ്പം എന്തൊക്കെയോ എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കളിയാക്കിയ മനുഷ്യനാണ്. ഈ പ്രിയപ്പെട്ട എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഇതാണ് നിനക്ക് അവസരം. ഇപ്പോൾ സ്നാനമേൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരനെ കളിയാക്കി. എന്റെ വാക്ക് കേട്ട് ആ പ്രിയ സഹോദരൻ താനെ തിരിച്ചു. തനിക്കവിടെ നിൽക്കാൻ കഴിയുന്നു. അതൊക്കെ പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. തന്നെ യേശുവിന്റെ ആത്മാവ് തന്നെ ബന്ധിച്ചുകൊണ്ടിരിക്കുക. എന്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിച്ചാൽ നിങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതിന്റെ പിൻപിൽ ദൈവത്തിന്റെ പ്രവൃത്തി. ഒരു വീട്ടിൽ പോകാനായിരിക്കാം ദൈവം നമ്മെ നിർബന്ധിക്കുന്നത്. ഒരു സഹോദരനോട് യേശുവിനെ കുറിച്ച് പറയാനായിരിക്കാം നിർബന്ധിക്കുന്നത്. ഒരു വ്യക്തിക്ക് എന്ന് ഒരു സുവിശേഷത്തിന്റെ പ്രതി ട്രാക്ട് കൊടുക്കാനായിരിക്കും ദൈവം നമ്മെ നിർബന്ധിക്കുന്നത്. ഒരു വീട്ടിൽ ചെന്ന് ഒരു വാക്കുകൾ ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാനായിരിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുന്നത്. ആ നിർബന്ധത്തിന് മുമ്പ് നാം കീഴ്പ്പെട്ടാൽ ദൈവം അതിൽ കൂടെ വൻകാര്യം ചെയ്യും. അതുകൊണ്ടല്ലേ ഹോള പുസ്തകത്തിലിരിക്കുന്നു, ഫിലിപ്പോസിനെ നിർജ്ജന പ്രദേശത്തേക്ക് പരിശുദ്ധാത്മാവ് അയച്ചു. ഈ പറഞ്ഞതുപോലെ ഈ ചെറുപ്പക്കാരനെ പരിശുദ്ധാത്മ നിർബന്ധിക്കാൻ നീ ചെന്ന് പറയടാ, ജെറോമിനോട് പറയടാ. ഇതാണ് അവസരം. നിർബന്ധത്തിന് മുമ്പിൽ ആ ചെറുപ്പക്കാരൻ വഴങ്ങി എന്റെ അടുക്കൽ വന്ന് പറയുന്നു, ബ്രദർ ജെറോം, ഇനി നിനക്ക് മുമ്പിൽ അവസരം. ഇതാണ് അവസരം. ഈ രണ്ടാമത്തെ വാക്കിന്റെ മുമ്പിൽ എന്റെ പ്രതികരണ ശക്തി ക്ഷയിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ വാക്കിന്റെ മുമ്പിൽ ശക്തമായി ഞാൻ എതിർത്തെങ്കിൽ, ആദ്യത്തെ വാക്കിന് മുമ്പിൽ ആ മനുഷ്യനെ ഞാൻ കളിയാക്കിയെങ്കിൽ, ആദ്യത്തെ വാക്കിന് മുമ്പിൽ ഞാൻ ആ മനുഷ്യനെ തലമുറപ്പിച്ചതെങ്കിൽ, ആദ്യത്തെ ആ വാക്കിന് മുമ്പിൽ തന്റെ വായെ ഞാൻ അടപ്പിച്ചെങ്കിൽ, രണ്ടാമത്തെ വാക്കിന് മുമ്പിൽ എന്റെ പ്രതികരണ ശക്തി ക്ഷയിച്ചു പോയി. എന്റെ ബലം ക്ഷയിച്ചു. എനിക്ക് വാ തുറക്കാൻ കഴിയുന്നില്ല. ഞാൻ മൗനമായി ആ വാക്കിന്റെ മുമ്പിൽ തലവെച്ചു. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് മാമോദിസയുടെ വെള്ളം തലയിൽ വീണ് പള്ളിപ്പറ്റിയിലും കേരളക്കരയിൽ ഏതൊക്കെ പേരെടുക്കപ്പെട്ട പള്ളികളുണ്ടോ ആ പള്ളികളിൽ എന്നെ
ഒരു നേർച്ചപുത്രൻ എന്നുള്ള രീതിയിൽ എന്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ട് അവിടെ എല്ലാം കൊണ്ട് എന്ന് അതിന്റെ കർമ്മങ്ങളും പൂജകളും എല്ലാം നടത്തിയതാണ്. എന്നാൽ അന്ന് പകൽ 1990 അന്ന് പകൽ ഞായറാഴ്ച രാവിലെ, ഇതാണ് നിനക്ക് അവസരം, ഇനി നിന്റെ മുമ്പിൽ അവസരമില്ല. ആ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ എനിക്ക് അന്നേരം മനസ്സിലായില്ല ദൈവശബ്ദം. ആ ശബ്ദത്തിന് മുമ്പിൽ ഞാൻ ഏത് കൊലക്കൊമ്പിന്റെയും തല ഉലിപ്പിക്കുന്ന ദൈവശക്തി. ഒരു മനുഷ്യന്റെ മനസ്സിനെ, അവന്റെ ചിന്താമണ്ഡലങ്ങളെ തൈലമറിച്ചുകൊണ്ട് പ്രവർത്തി വെളിപ്പെടുത്തുന്ന സർവശക്തി ഉള്ള ദൈവം. എന്റെ 19ാമത്തെ ഞാൻ സമ്മതിച്ചതല്ല, എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചതാ. അപ്പോഴേ വെള്ളത്തിൽ 10 പേരെ സ്നാപകൻ സ്നാപകൻ വെള്ളത്തിൽ വിളിച്ചു പറയുന്നു, സ്നാപകൻ ഇവിടെ ഉണ്ട്, വെള്ളമുണ്ട്, സ്നാനമേൽക്കുവാൻ ഇനി ആരുണ്ട് എന്നുള്ള ആഹ്വാനം. കരയ്ക്ക് വെച്ച് ദൈവം എന്നെ ഇങ്ങനെ ചെത്തി ഒരുക്കിയതുകൊണ്ട് ഞാന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. എനിക്കും സ്നാനമേൽക്കണം, എനിക്കും സ്നാനമേൽക്കണം. ഞാൻ പറഞ്ഞ മുമ്പോട്ട് ചെയ്തു. എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാർ സ്നാനമേൽക്കാൻ പോകുമ്പോൾ 2 ഡ്രസ് കൊണ്ടുപോകും. ഒരു ഡ്രസ് കരുതും, കൊണ്ടുപോകും. കരുത്തിരിക്കുന്ന ഡ്രസ് നനഞ്ഞാൽ മാറി കൊടുക്കാൻ വേണമല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നാനം കാണാൻ പോയത് ആളായതുകൊണ്ട് ഞാൻ ഡ്രസ് കരുതിയില്ല, കിട്ടുന്ന ഡ്രസ് മാത്രമേ. നനഞ്ഞാൽ അടുത്തത് എന്താ ചെയ്യുന്ന, അടുത്ത വസ്ത്രം ധരിക്കാൻ എവിടെ, ഇതൊന്നും ചിന്തിക്കുന്നില്ല. യഹോവയുടെ വലത്തേക്ക് അവൻ മുമ്പും പിമ്പും അടച്ചു. ദൈവം മുമ്പും പിമ്പും അടച്ചാൽ അതിന്റെ പിമ്പിൽ ദൈവത്തിന് വലിയ പ്ലാൻ. ഞാൻ മുമ്പോട്ട് ഇറങ്ങി ചിന്തിക്കാൻ, നനഞ്ഞാൽ മാറി കൊടുക്കാൻ എങ്ങനെയാണ്, ഇത് ചിന്തിക്കാൻ പോലും എന്റെ മൈൻഡിനെ ദൈവമാണ്. അങ്ങനെ ഞാൻ ചിന്തിക്കുകയായിരുന്നെങ്കിൽ സ്നാനപ്പെടുവാൻ ഞാൻ തയ്യാറാകത്തില്ലായിരുന്നു. ദൈവത്തിന് അറിയാം. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങളെല്ലാം ദൈവം. ഞാൻ ഇറങ്ങിച്ചെന്നു, എന്നോട് ചോദിക്കുന്നു, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ? അതാ 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 എന്റെ പ്രസിദ്ധി, കരം, വാക്കിന്റെ കരം. മാമോദിസ ഞാൻ എന്റെ തലയേൽക്കപ്പെടുമ്പോൾ അത് ഞാൻ കുഞ്ഞായിരുന്നു. ഞാൻ യേശുക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചില്ല. എന്നാൽ 1990 ആ വെള്ളത്തിൽ നിന്നുകൊണ്ടുള്ള സ്നാപകൻ എന്നോട് ചോദിക്കുമ്പോൾ, നീ വിശ്വസിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഹൃദയം തുറന്നു പറയുന്നു, ഞാൻ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപത്തിനു വേണ്ടി, എന്റെ ആകുന്ന ശാപം അടിച്ചു മാറ്റാൻ വേണ്ടി യേശു പച്ചമരക്രൂശിൽ യാഗമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാക്ക് പറയുമ്പോൾ ആ സ്നാപകൻ സ്തോത്രം, അതാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശുക്രിസ്തു കാണിച്ച മാതൃക പിൻപറ്റണമെന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ വെള്ളത്തിലേക്ക് പിടിച്ചു മുക്കുകയാണ്. എന്റെ വെള്ളത്തിലേക്ക് പിടിച്ചു മുക്കുകയാണ്. എന്റെ വീട്ടിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ആകുന്ന പ്രതിമ എന്റെ വീട്ടിൽ, ചിത്രകാരൻ വരയ്ക്കപ്പെട്ട ക്രിസ്തുവിന്റെ ഫോട്ടോ എന്റെ വീട്ടിൽ, ഞാൻ അന്ന് ഉൾപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കത്തോലിക്ക ഇടവകയിൽ ക്രിസ്മസ് സമയമാകുമ്പോൾ ഉൾക്കൂടൊക്കെ പണിത് ഉണ്ണിയേശുവിനെ കൊണ്ടു. ഇതൊക്കെ ഞാൻ കണ്ട് വളർന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ ഞാൻ ഉള്ളിൽ സ്വീകരിച്ചു. അഭിഷക്തൻ തന്നെ വെള്ളത്തിൽ പിടിച്ചു മുക്കും. എനിക്ക് വിവരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. സൂര്യനെ പ്രകാശം, സൂര്യനെ നോക്കാൻ പറ്റില്ല. സൂര്യനെ വെല്ലുന്നൊരു പ്രകാശം.
ആ പ്രകാശത്തിൽ ഞാൻ സൂക്ഷിക്കുന്നു. തലയിൽ മുക്കിലും ധരിക്കപ്പെട്ടതാണ്. അതാ മൂന്നാണിമേൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ക്രിസ്തുവിനെയാണ് ഞാൻ കാണുന്നത്. ഏത് രാത്രിയിലും ഏത് സമയവും എവിടെയും പോകുവാൻ എനിക്കൊരു ഭയം. ഞാൻ ക്ഷേത്രങ്ങളിൽ പോയി കിടന്നിട്ടുണ്ട്. ഈ സൗണ്ട് സിസ്റ്റമാണ് പോകുമ്പോൾ അങ്ങനെ ആണല്ലോ. കാവുകളിൽ, കാട്ടിൽ, കാവിൽ ഞാൻ കിടന്നു. അങ്ങനെ പല സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്, കിടന്നു. എന്നാൽ അന്ന് പകൽ പ്രിയപ്പെട്ടവരെ ആ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ രൂപം ഞാൻ കണ്ടു കഴിഞ്ഞു. ഞാൻ കരയാതു, ഞാൻ വാവിട്ട് കരയാതു. കരച്ചിലോടാണ് വെള്ളത്തിൽ മേലോട്ട് വാവിട്ട് കരയുകയാണ്. ചില കുഞ്ഞുങ്ങളെ കണ്ടാൽ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, ചുമ്മാതെ കിടന്നാൽ കാര്യം. ചുമ്മാതല്ല ഞാൻ കരയുന്നത്, കാര്യമായിട്ടുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ, കാണേണ്ടവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളത്തിനകത്ത് ക്രിയമാറ്റം വരുത്തി. എന്റെ ഉള്ളമുടച്ചു. ഞാൻ വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് കരയുന്നത്. ഇട്ടുന്ന ഡ്രസ് മാത്രം നനഞ്ഞുപോയി. മാറി കൊടുക്കാൻ എങ്ങനെയാണെന്ന് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ കരയുക, ഒരു പൊട്ടനെ പോലെ ഞാൻ കരയുക. ആ കരച്ചിലോട് ഞാൻ കരയ്ക്ക് വന്നു. അവിടെ നിൽക്കുന്ന പിതാക്കന്മാരായിരിക്കുന്ന അഭിഷേകന്മാരുടെ കാര്യം, ക്രൂശീകരണ കാര്യം പറഞ്ഞു. അത് കണ്ടതിന് പിന്നാണ് ഞാൻ കരയുന്നു എന്ന് പറഞ്ഞു. അവർ അത് കേട്ടപ്പോൾ അവർ പറയുക, ക്രൂശീകരണം കണ്ടെങ്കിൽ പോലെ ഇത് കഷ്ടതയുടെ മാർഗമാണ്. യേശുക്രിസ്തുവിന്റെ മാർഗം, യേശുവിനെ സ്വീകരിക്കുന്നത്, യേശു കാണിക്കുന്ന മാർഗം പിൻപറ്റുന്നത്, ഇത് കഷ്ടതയുടെ മാർഗമാണ്. അടുത്തൊരു വാക്ക്, കഷ്ടം സഹിച്ചാൽ നിനക്ക് കൂടെ വാഴാം. ആരുടെ കൂടെ? മരണത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, ജയിച്ചവന്റെ കൂടെ വാഴുക. എന്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, യേശുക്രിസ്തു എന്നുള്ള ആ വാക്ക് ഒരു കഥയാണ്. യാഥാർത്ഥ്യം, അത് യാഥാർത്ഥ്യം. യേശു ജനിച്ചു, യേശു വളർന്നു. സ്തോത്രം. യേശു 33 തിരുവയസ്സിൽ രോഗികളെയും അന്ധന്മാരെയും കുഷ്ഠരോഗികളെയും 12 വർഷക്കാർ രക്തസ്രാവം പിടിക്കപ്പെട്ടവരെയും പക്ഷവാതക്കാരെയും സൗഖ്യമാക്കിയത് കഥയല്ല, യാഥാർത്ഥ്യമാണ്. എന്റെ സ്നേഹിതന്മാർ പലരും പലസ്തീന്റെ മണ്ണിൽ പോയി. അവർ ക്രിസ്തുവിനെ അടക്കിയ സ്ഥലം കണ്ടു. ആ കല്ലറയിൽ ഇറങ്ങിയിരുന്നു, പ്രാർത്ഥിച്ചു. അവരെന്നോട് പറഞ്ഞതാ, സ്തോത്രം, കർത്താവ് സഹായിച്ചാൽ ആഗ്രഹമുണ്ട്, കർത്താവ് വരാൻ താമസമെങ്കിൽ ആയുസ് തരികയാണെങ്കിൽ ആ സ്ഥലം ഒന്ന് പോയി കാണണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും, ഞാൻ അത് വിശ്വസിക്കും. പ്രിയപ്പെട്ടവരെ, എനിക്ക് മറ്റു സഹോദരങ്ങളൊക്കെ തുണി തന്നു, ഒരു തോർത്ത് തന്നു, വേറൊരു സഹോദരങ്ങൾക്ക് കയ്യിൽ വെള്ളം കൊണ്ട് തന്നു. അത് ഞാൻ ഉടുത്ത് പുതച്ചാണ് ഞാൻ കരയിലോട്ട് കയറി. ഇപ്പോഴേ എന്റെ പ്രസംഗ സഹോദരങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പോഴേ, അതായത് കഷ്ടതയുടെ മാർഗമാണെന്ന് പറഞ്ഞ ആ വാക്കിന്റെ വലിപ്പം, ഘനം എനിക്ക് അന്നേരം മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയ കൂട്ടുകെട്ടാണ്, വലിയ കൂട്ടുകെട്ട്. ഞാൻ രാത്രി കാലങ്ങൾ കാട്ടിക്കൂട്ടിയ പലതും ഞാൻ പറയാൻ തുടങ്ങിയാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കും. പകൽ മാന്യൻ, രാത്രി എടുത്തു പറയണ്ട. എന്നാൽ യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടു കഴിഞ്ഞ ശേഷം, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ശേഷം, യേശുക്രിസ്തുവിനെ വാവുകൊണ്ട് ഏറ്റുപറഞ്ഞ ശേഷം, യേശുക്രിസ്തു കാണിച്ച മാതൃക ഞാൻ പിൻപറ്റി കഴിഞ്ഞ ശേഷം,
ഈ തെറ്റായ മാർഗത്തിൽ പോകാൻ ദൈവം ഇതുവരെയും ദൈവം അനുവദിച്ചിട്ടില്ല. സ്വതന്ത്രം. പിന്നെ പുക വലിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പിന്നെ വെറ്റമേ മുറുക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. പിന്നെ ചീത്ത പറയാൻ ദൈവം എന്റെ നാവിനെ അനുവദിച്ചിട്ടില്ല. ഇപ്പോഴും സ്തുതി സ്വതന്ത്രമല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതല്ല ഒന്നും പറയാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാണുന്നവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ക്രിയ അകത്തു വെളിപ്പെട്ടു. സകല കൂട്ടുകെട്ടിനോടും ചാറ്റം. ഇന്നും ചില ആൾക്കാരുണ്ട് യേശുവിനെ കണ്ട ശേഷം, യേശുവിനെ അറിഞ്ഞ ശേഷം, സ്നാനപ്പെട്ട ശേഷം എങ്ങനെ ആ കൂട്ടുകെട്ട് എങ്ങനെ വിടുന്നത്? നിന്റെ അകത്തളത്തിൽ ക്രിയ വെളിപ്പെട്ടിട്ടില്ല, നിന്റെ അകത്തളത്തിൽ രൂപാന്തരം നടന്നിട്ടില്ല. നീ ഭയപ്പെടണം. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ക്രിസ്തു ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് പുറത്തു വരുമ്പോഴേ കരഞ്ഞില്ലെങ്കിൽ സൂക്ഷിക്കണം. കരഞ്ഞില്ലെങ്കിൽ സൂക്ഷിക്കണം. ഞാൻ കേട്ട അറിവ് കരഞ്ഞില്ലെങ്കിൽ സിസ്റ്റർമാരെ തട്ടുവാണ്. കരയുന്നവരെ തട്ട്. കരയുന്നതിന്റെ കരയുന്നതിന്റെ വിഷയം എന്താണെന്ന് അറിയാമോ? ജീവനുള്ളത് കൊണ്ടാ. ജീവനുള്ളത് കൊണ്ടാ. കരയാത്തതിന് അതിനെ ഭയപ്പെടണം. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഒറ്റ വാക്കിൽ പറഞ്ഞ പിന്നെ പ്രാർത്ഥന എവിടെയുണ്ട് അവിടെ. ഹല്ലേലൂയ. കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നതിനേക്കാൾ, കൂട്ടുകാരുടെ സമയം പോക്കുന്നതിനേക്കായി, വീടി വലിക്കാൻ സമയം എടുക്കുന്നതിനേക്കായി, മറ്റായ തെറ്റായ മാർഗത്തിൽ പോകുന്നതിനേക്കായി പ്രാർത്ഥന എവിടെയുണ്ട് അവിടെ പോകണം. എന്റെ വീട്ടിൽ 4-5 ജോലിക്കാർ വിളിക്കുന്നു. അപ്പച്ചൻ പറയടാ, ഇന്നൊന്നും പോലെ അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരുടെ കൂടെ നീയും പോണം. ഞാന് മുമ്പോട്ടും പുറകോട്ടും നോക്കത്തില്ല. സ്വന്തം പറയട്ടെ, പ്രാർത്ഥിച്ചാൽ എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് മതി വരും. ഹല്ലേലൂയ. എത്ര കൂട്ടായ്മയ്ക്ക് പോയാലും എനിക്ക് മതി വരത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചാലും എനിക്ക് മതി വരത്തില്ല. അപ്പോഴാ എന്റെ നാട്ടിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, മുഴുകൽ മാനസാന്തരം 3 മാസത്തേക്കേ ഉള്ളൂ, സൂക്ഷിക്കണം. വലിയ പാട്ടും വലിയ പ്രാർത്ഥനയും വലിയ ഉണർവൊന്നും കാണിക്കണ്ട. എന്നെ സ്നേഹിമാറ്റ കണ്ടോണ്ടൊക്കെയാ അദ്ദേഹം പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ എനിക്ക് മതിയില്ല. എവിടെ പ്രാർത്ഥനയുണ്ടോ, വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിച്ചു നിൽക്കുന്ന ദൈവമക്കളുടെ കൂട്ടം എവിടെ ഉണ്ടോ അവിടെ എല്ലാം പ്രാർത്ഥന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വാക്കെടുത്ത് പറയട്ടെ, എന്റെ അപ്പച്ചൻ വിക്കലായി, എനിക്ക് ആ വിക്ക് പിന്നിൽ. എല്ലാവരും പ്രാർത്ഥിക്കും, അവരോടൊപ്പം ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന പല വാക്കും തെറ്റും. ഹല്ലേലൂയ. സ്വതന്ത്രം. അടുത്തിരിക്കുന്ന ആൾക്കാർ കളിയാണ്. ഇരുന്ന് കരച്ചില്ല, കളിയാക്കവൻ കരച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരച്ചില്ല, കരച്ചില്ല, കരച്ചില്ല. ഒരു ദിവസം പ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ ദാസന്മാരിൽ കൂടെ എന്നോട് ഇടപെട്ടു. മോശയുടെ നാവിനെ തൊട്ടതുപോലെ ഞാൻ നിന്റെ നാവിനെ തൊട്ടു. കണ്ടോ? മോശയുടെ നാവിനെ തൊട്ടതുപോലെ നിന്റെ നാവിനെ ദൈവം തൊട്ടു. എന്റെ ദൈവം ഒരു വാക്ക് സ്ഫുടമായി പറയാൻ കഴിയാൻ, ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിപ്പോകുന്ന എന്റെ ആധരത്തെ സ്വർഗം തൊട്ടു. പരിശുദ്ധാത്മാവൻ എന്നെ ദൈവം കണ്ടോ? ദൈവം എന്നെ തൊട്ടു, പരിശുദ്ധാത്മാവ് ദൈവം എന്നത്. ഹല്ലേലൂയ. ഇന്ന് ചില മാന്യന്മാരൊക്കെ പറയുന്നുണ്ട് അന്നാ പറഞ്ഞു നിർത്തിയതാന്ന്. അല്ല, അന്ന് പറഞ്ഞു തുടങ്ങിയതാ, നിന്നിട്ടില്ല.
ഈ കേരളത്തിന്റെ വടക്കേറ്റം കാസർഗോഡ് മുതൽ തെക്കേറ്റം പാഠശാലകളിലെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ യേശുക്രിസ്തു ദൈവമെന്ന് സ്തോത്രം എന്നെ കൊണ്ട് ദൈവം പറയും. 2010 കൊട്ടാരക്കരയ്ക്കടുത്ത്, കൊട്ടാരക്കരയ്ക്ക് ഏനാത്തിന്, കൊല്ലം ജില്ലയാണ്, കൊട്ടാരക്കരയ്ക്ക് ഏനാത്തിന് മധ്യഭാഗം കലേവരം എന്ന് പറഞ്ഞ സ്ഥലം ഞങ്ങളൊരു 10-12 പേർ പരസ്യവും നടത്തി കൊടുത്തു. പരസ്യവും തീർന്നു കഴിഞ്ഞിട്ട് എന്നെയും എന്റെ കൂടെയുള്ള സാം എന്ന് പറഞ്ഞൊരു പാസ്റ്റയും അതാ ചില മാന്യന്മാർ ഉപദ്രവിക്കുക. എന്റെ 2 കൊല്ല അടിച്ചു കൊടുത്തു. എന്റെ 2 കൊല്ല സംസാരിക്കാൻ കഴിയാത്ത അന്തരീക്ഷം. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, പ്രസംഗം ഇതോടെ അസ്തമിച്ചു. പ്രസംഗിക്കാൻ വാ തുറന്നാൽ തല വീങ്ങും. അതിന് ചില ബുദ്ധിമുട്ടുകൾ ഇന്നുണ്ട്, എങ്കിലും ദൈവം എന്നെ കാത്തു വളർത്തും. ഹല്ലേലൂയ. അനേക സ്ഥലങ്ങളിൽ യേശുവിനെ ഉയർത്തുവാൻ എന്റെ ദൈവം, ഈ യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തം ഞാൻ എന്റെ വീട്ടിൽ നിൽക്കും. പ്രാർത്ഥിക്കുന്ന അനേക പാർപ്പിടങ്ങളിൽ പാർക്കുവാൻ തമ്പുരാൻ, അനേക ദൈവമക്കൾ, അനേക അമ്മമാരുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ ദൈവം അനേക ദൈവമക്കളുടെ സ്നേഹം രുചിച്ചറിയുവാൻ കർത്താവിന്റെ ജീവിതം സ്തോത്രം. സ്നാനപ്പെട്ട് കരയ്ക്ക് കയറിയപ്പോൾ എന്നോട് പറഞ്ഞത് ക്രൂശീകരണം കഷ്ടതയുടെ മാർഗമാണ്. ക്രൂശീകരണം കഷ്ടതയുടെ മാർഗമാണ്. കഷ്ടതയുടെ തീച്ചൂളിൽ കൂടെ ദൈവം നടത്തി. കഷ്ടതയുടെ തീച്ചൂളിൽ കൂടെ ദൈവം നടത്തി. സ്തോത്രം. ഹല്ലേലൂയ. 5 പൈസ കയ്യിലെടുക്കാനില്ല, ആഹാരം കഴിക്കാനില്ല. സ്തോത്രം. പല വീടുകളിൽ മാറി മാറി താമസിക്കുന്നു. ഒരു വീട്ടിൽ ഞാൻ താമസിക്കുന്നു. അവർക്കറിയത്തില്ല. എന്റെ രീതി ഒന്നും അവർക്കറിയില്ല. അവര് കഴിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിച്ച് കിടക്കുക. ഞാന് ഭക്ഷണം കഴിക്കാൻ യാതൊരു സ്വതന്ത്ര കൈപാടുകൾ ഇങ്ങനെ പറയും. ഞാൻ ബോധം നഷ്ടപ്പെട്ടവനായി കാലം. അന്ന് രാവിലെ ബോധത്തിൽ അടുത്തുള്ള കിണറ്റിൽ ചെന്ന് വെള്ളം എങ്ങനെ കോരി എനിക്കറിയില്ല. വെള്ളം കോരി മുഖവും കഴുകി, കൈകാലുകൾ കഴുകി, കുറച്ച് വെള്ളം കുടിച്ചു. പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കിരിക്കുവാനായി പ്രാർത്ഥിച്ച് ഞാനങ്ങ് മയങ്ങിപ്പോയി. ആ വീട്ടിലെ അച്ചായൻ ജോലിക്ക് പോയ അദ്ദേഹം ജോലി സ്ഥലത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. താൻ കിടക്കിയ തണലിൽ കിടക്കുമ്പോൾ സർവശക്തിയുള്ള ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷം. അദ്ദേഹത്തോട് പറഞ്ഞു എന്ന നഗരത്തിൽ, നീ ഭക്ഷണം കഴിക്കൂ, നിന്റെ വീട്ടിൽ കിടക്കുന്ന ആൾ ഭക്ഷണം കഴിച്ചോ എന്ന് അറിയാം. ഒരു ശബ്ദമായിരുന്നു, ഇടിമുഴക്കം പോലും ശബ്ദമായിരുന്നു. ആ ശബ്ദം കേട്ട പ്രിയപ്പെട്ടവൻ തോർത്ത് എടുത്ത് പെട്ടെന്ന് ഓടി. വീട്ടിൽ വന്നപ്പോൾ ഞാൻ തളർന്നു കിടക്കി. എന്നോട് ചോദിക്കുന്നു, നീ ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കില്ല. സ്തോത്രം. അന്ന് മുതൽ എനിക്ക് ആ ഭവനത്തിൽ നിന്ന് ഭക്ഷണം തരുവാനായി. സ്തോത്രം. ഹല്ലേലൂയ. 1997 ഹൈസ്കൂളിൽ പഠിക്കുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ. ഇന്ന് ലോകപ്രസിദ്ധനായിരിക്കുന്ന എബി എബ്രഹാം പത്തനാപുരമാണ്. ഇന്ന് കോട്ടയത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് എബ്രഹാം ചാക്കോൽ ആഭിഷേകൻ. സ്തോത്രം. അദ്ദേഹത്തിന്റെ വീട്ടിലും ഞാൻ ചില ദിവസം അവിടെ ആ വാത്സല്യ പിതാവാണ് ഇന്ന് മരിച്ചു ശ്രമിക്കുന്നു. ആ പിതാവാണ് എന്നെ ഹൈസ്കൂളിൽ എന്നെ കൊണ്ട് ചേർക്കുവാൻ. ഹൈസ്കൂൾ ടൈമിൽ ഏറെ സമയങ്ങളിലൊക്കെ, വെക്കേഷൻ ടൈമുകളിലൊക്കെ കുട്ടികൾ അവിടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ അങ്ങോട്ട് പോകാനാ. അവിടെ റൂമുണ്ട്. ആ റൂമിനകത്ത് കരയും. ഞാൻ കരയും. ചില സമയത്ത് ഈ എബ്രഹാം ചാക്കോ എന്ന് പറഞ്ഞ അദ്ദേഹം ആഭിഷേകത്തിനെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. എന്നെ വിളിച്ച് അദ്ദേഹത്തെ വിളിക്കും. എബി എബ്രഹാം സാറ് അദ്ദേഹവും ഞങ്ങളെ പഠിപ്പിക്കുന്നു. അദ്ദേഹം ചില സമയത്ത് എന്നെ കൂട്ടിക്കൊണ്ട് ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു.
സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എന്നെ നടത്തി. കഷ്ടതയുടെ തീച്ചൂലിൽ കൂടെ ദൈവം നടത്തി. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു ദിവസം ഒരു പ്രാർത്ഥനയ്ക്ക് എനിക്ക് പോകണം, വണ്ടിക്കൂലിയില്ല. നീന്റെ ഭാര്യയുടെ ഒരു മകളുടെ കൊച്ചുമോളാണ്, കൊച്ചു വാക്കുകളൊന്നും വ്യക്തമായി പറയും. അപ്പോഴെനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ കുളിച്ച ഡ്രസ് ചെയ്തു. ഡീന്റെ ഭാര്യ എന്നോട് വന്ന് പറഞ്ഞു, ജെറോമേ ഭക്ഷണം കഴിച്ചേ പോകാം. ഞാൻ ഭക്ഷണം കഴിക്കാനായി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. കൈ കഴുകി പോകേണ്ടതിന് ധൃതി, എന്റെ പൈസ ഇല്ല. എന്റെ അകത്തുള്ള വിശ്വാസം, ദൈവം നടത്തും, ദൈവം നടത്തും, ദൈവം നടത്തും. വിശ്വാസമാണ്, ദൈവം നടത്തും, ദൈവം നടത്തും. എപ്പോഴും പ്രാർത്ഥന അനിവാര്യമായിരിക്കും. എടാ, എപ്പോഴും പ്രാർത്ഥന അനിവാര്യമാണെങ്കിൽ നിന്റെ അകത്ത് ഈ വിശ്വാസം തമ്മിലാ തരും. എന്റെ അകത്ത് ഒരു വിശ്വാസം ദൈവം തരും, ദൈവം. ഞാൻ ട്രസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊടിക്കുഞ്ഞ് കാര്യം വ്യക്തമായി മാറിയില്ല. അമ്മയെ 4 അടി അടിച്ചിട്ട് പറഞ്ഞു. അമ്മച്ചി അങ്കിളിന് പോകാൻ വണ്ടിക്കൂലി. അമ്മ വണ്ടിക്കൂലി. കുഞ്ഞിന്റെ അടുത്തല്ല, അമ്മച്ചി വിലയാവിന്റെ കരുത സംസാരിച്ചത് പറഞ്ഞതുപോലെ ആ കുഞ്ഞിന്റെ നാവിൽ കൂടെ ദൈവം സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളുടെ നാവിൽ കൂടെ സംസാരിക്കുന്ന ദൈവമാണ്. ആ അടി ഓടി എന്റെ അടുക്കൽ വന്നു. ജെറോമേ മോനെ, നിനക്ക് വണ്ടിക്കൂലി. എടാ മോൾ എന്റെ അടുത്ത് നിന്നതാ. രാവിലെ മുതൽ കുഞ്ഞ് എന്റെ അടുത്താണ്, നിന്റെ അടുത്തല്ല. നിന്റെ അടുത്താണെങ്കിൽ നീ പറഞ്ഞു വിട്ടതാണെന്ന് പറയാമല്ലോ. വണ്ടിക്കൂലിയില്ല മോനെ. ഞാൻ പറഞ്ഞു, ആന്റി വണ്ടിക്കൂലി. ഹല്ലേലൂയ. ആ കുഞ്ഞ് സംസാരിച്ചതിന്റെ പിന്നിൽ, ദൈവം ഇടപെട്ടതിന്റെ പിന്നിൽ എനിക്ക് വണ്ടിക്കൂലി ആ മാതാവിന്റെ. ഒരു പ്രാവശ്യം ഞാനൊരു പ്രാർത്ഥന പുനലൂർ ടൗണിൽ ഫ്ലാറ്റ് സ്റ്റാൻഡിൽ വന്നു. അതേ അടിമുട്ടിലാണ്, പുനലൂർ അടിമുട്ടിലാണ്. എനിക്ക് വണ്ടിക്കൂലി. എന്റെ കയ്യിൽ 50 പൈസയുണ്ട്, 50 പൈസ വണ്ടിക്കൂലി. ഞാൻ അവിടെ ഒരു കിറുക്കനെ പോലെ തെക്ക് വടക്ക് ആ പുനലൂർ പട്ടണത്തിൽ നടക്കുമ്പോൾ സർവശക്തിയുണ്ട് എന്റെ അന്തർഭാഗത്ത് ഇടപെടാൻ തുടങ്ങി. ദൈവം കരുതുന്ന ദൈവമല്ലേ? കഴിഞ്ഞ നാളുകൾ ദൈവം അത്ഭുതം ചെയ്തില്ലേ? ഇത് പറഞ്ഞപ്പോൾ എന്റെ കത്തത്തെ വിശ്വാസം. ഞാൻ അവിടെ നിന്ന് നടക്കണം. ദൈവം വണ്ടിക്കൂലി തരും, ദൈവം പൈസ തരും. ഞാൻ വാഹനത്തിൽ കയറി ഇത് പറഞ്ഞു നടക്കാൻ ഒരു പോഷനെ പാലില്ല നടക്കാൻ പോയി. ഒരു പോഷനെ പോലെ അവിടുന്ന് നടന്ന് രാവിലെയാണ് നടന്ന് വരുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ദൈവം പൈസ വാഹനത്തിൽ കയറി. പ്രിയപ്പെട്ടവരെ, നടന്നു വരുമ്പോൾ ആ പ്രഭാതത്തിൽ അതാ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കൽ കൊണ്ടു വണ്ടി വന്നു. എന്നോട് ചോദിക്കുന്നു, ബ്രദർ ജെറോം നിങ്ങൾ ഇവിടെ പോയിട്ട് വരും? ഞാൻ പറഞ്ഞൊരു പ്രാർത്ഥന കഴിഞ്ഞ് വരികയാണ്. ആ പ്രിയപ്പെട്ട് പറയാം, വണ്ടിയിലൂടെ കയറി. ഞാൻ ആ സ്ഥലത്ത് ഇറക്കാം. ഞാൻ ആ വണ്ടിയിൽ കയറി. എന്നെ ആ സ്കൂട്ടർ കൊണ്ട് ഇറക്കിയിട്ട് തന്റെ പോക്കറ്റിലൂടെ കൈ. പ്രിയപ്പെട്ടവരെ, വണ്ടിക്കൂലിക്ക് വേണ്ടി ഞാൻ തെറ്റിയെങ്കിൽ, വണ്ടിക്കൂലി തരുമെന്ന് ഞാൻ ആഴമായി വിശ്വസിച്ചെങ്കിൽ, സർവശക്തി ആ പ്രഭാതത്തിൽ നല്ലൊരു ശതമാനം സാമ്പത്തികം ആ പ്രിയ സഹോദരൻ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നടത്തുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഈ വിശ്വാസം പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് മുന്നോട്ട് എന്റെ നാട്ടിൽപ്പെട്ടവർ, എന്റെ കൂട്ടുകാർ, ബന്ധുക്കളൊക്കെ കളിയാണ്. നിനക്ക് ആര് പെണ്ണ് തരുവതാ? നിനക്ക് ആര് പെണ്ണ് തരും? പിന്നെ അന്ന് പള്ളികളിൽ വെച്ചൊരു കെട്ടുന്നതൊക്കെ, അന്ന് കൂടുതൽ ആഡിറ്റോറിയത്തിൽ വെച്ചെന്നാണ് പരിപാടികളും. പള്ളിയിൽ വെച്ച് കെട്ടുന്നത് അത് പ്രത്യേക മാന്യത. അപ്പൊ കത്തോലിക്ക പള്ളി, നീ വലിയ പള്ളി, പേരെടുക്കപ്പെട്ട പള്ളിയിൽ നിനക്ക് നിന്റെ കല്യാണക്കാരിൽ പള്ളി വെച്ച് നടന്നു. സർവശക്തിയുള്ള ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം തന്റെ മക്കളെ ആരുടെയെങ്കിലും തല കുടിപ്പിക്കത്തില്ല. സ്വന്തം എനിക്ക് വേണ്ടി അതാ ക്രിസ്തീയ മറ്റൊരു പള്ളി എനിക്ക് വേണ്ടി ദൈവം തുറന്നു.
എന്റെ വിവാഹം നടക്കണം. ഹല്ലേലൂയ. ആര് പെണ്ണ് തരുമെന്ന് ചോദിച്ച സ്ഥാനത്ത് മാന്യമായ രീതിയിൽ മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ അത് മാന്യമായുള്ളൊരു ദൈവമായി തന്നെ എനിക്ക് ദൈവം. അതെന്നേക്കായി വിദ്യാഭ്യാസമുള്ള കുട്ടിയെ പാട്ടുപാടാൻ കഴിവുള്ള കുട്ടിയല്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എത്ര വലിയ സ്തോത്രം. ഹല്ലേലൂയ. ആ പള്ളിയിൽ വെച്ച് മാന്യമായ രീതിയിൽ എന്റെ വിവാഹം നടത്താൻ ബന്ധുക്കൾ, നാട്ടുകാർ എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാവരും ഞെട്ടിപ്പോയി. ദൈവം ഒരു കാര്യം ചെയ്താൽ സ്വതം എല്ലാവരും ഞെട്ടി. നിന്നെ എവിടെ തലകുതിപ്പിക്കാൻ നോക്കുന്നുവോ, എവിടെ പരാജയപ്പെടുത്താൻ നോക്കുന്നുവോ, എവിടെ നിന്നെ അടിച്ചൊതുക്കാൻ നോക്കുന്നുവോ, നീ വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ മാറി. അതിന്റെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. കുറച്ചു നാള് വിവാഹം കഴിഞ്ഞ ശേഷം എന്റെ പാർപ്പിടത്തിൽ ഞാൻ നിന്നു. ദൈവം എന്നോട് ശക്തമായി ഇടപെട്ടു. ദൈവം എന്നോട് ശക്തമായി ഇടപെട്ടതിന്റെ മുന്നിൽ ഞാൻ പത്തനാപുരത്തിനടുത്ത് പെടു എന്ന് പറഞ്ഞ സ്ഥലം. പത്തനാപുരം കൊല്ലം ജില്ലയാണ്. പത്തനാപുരം പെടു എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ മർത്തോമക്കാരുടെ വീട് വാടകയ്ക്ക് നിൽക്കുക. അവിടെ സ്പോൺസറൊന്നും ഇല്ല കേട്ടോ, ആരുടെയും സ്പോൺസറൊന്നും ഇല്ല. അപ്പോൾ എന്റെ ഹൃദയത്തിനൊരു ചിന്ത, വിശ്വാസം, എടാ കെരൂബിന്റെ തോട്ടിൽ ഏലിയാവിരിക്കുന്നു. സ്തോത്രം. ദൈവമല്ലേ പറഞ്ഞത് കെരൂബിന്റെ തോട്ടിൽ ഒളിച്ചിരിക്കുക. അപ്പൊ ഏലിയാവിന് ഭക്ഷണം കൊടുക്കേണ്ട ചുമതല ആർക്കുള്ളൂ? ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ കർത്താവിന്റെ വാക്ക് കേട്ട് ദൈവശബ്ദം കേട്ട് വാടക വീണ്ടെടുത്തെങ്കിൽ വാടക കൊടുക്കേണ്ട ആരുടെ ചുമതലയാ? ദൈവത്തിന്റെ ചുമതലയാ. ഞാന് അങ്ങനെ അവിടെ വാടകയ്ക്ക് താമസിച്ചു. വാടക കൊടുക്കേണ്ട സമയമാകുമ്പോൾ രാത്രിയും പകൽ ഉറങ്ങും. പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ കൂടെ പ്രാർത്ഥന. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കും. അപ്പോഴേ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നു, മോളെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാടക കൊടുക്കേണ്ട സമയമാകുമ്പോൾ വീട്ടുകാർ വന്ന് തറ എഴുതി വെച്ചിട്ട് പോകും. വാടക കൊടുക്കേണ്ട സമയമായി. അപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥന കൂടും. ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടുമ്പോൾ സ്വർഗത്തിന് ദൈവം പലരുടെ ഉറക്കം കിട്ടും. കണ്ടോ? പ്രാർത്ഥനയുടെ ചൂട് കൂട്ടുമ്പോൾ ദൈവം ചിലരുടെ ഉറക്കം കിട്ടും. വാടക അവരിൽ കൂടെ ഞങ്ങൾക്ക് തരും. അവരോട് ദൈവം ഇടപെടും. എടാ, ഇന്നോടത്ത് വാടകയ്ക്ക് ഇന്ന ദൈവാസനം വാടകയില്ല, ഭാരപ്പെടും, നിന്നെ കാശ് കൊണ്ട് കൊടുക്കും, മര്യാദ കാശ് കൊണ്ട് കൊടുക്കും. ദൈവമാരാ, കടക്കാരനല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്ര പ്രാവശ്യം ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം പല ദൈവമക്കൾ കൊണ്ടുവന്ന കാശ് അങ്ങനെ ഞങ്ങൾ വാടക. ഒരു പ്രാവശ്യം ഞാനൊരു സ്ഥലത്ത് പോയി. ഞാൻ വീട്ടിൽ വന്നപ്പോ ഈ മങ്കരി ഉണ്ടല്ലോ, അരി പാറ്റിയതിന്റെ ബാക്കിയുള്ള അരി, അത് അരിയില്ലാത്തതുകൊണ്ട് പ്രിയപ്പെട്ടവർ അതെടുത്ത് കഞ്ഞി വെച്ചു. മോക്ക് പൊടിക്കുഞ്ഞിന് ആ കഞ്ഞി ഞാൻ ചെല്ലുമ്പോൾ ആ കഞ്ഞി കുടിച്ചു. ഞാനത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ പറഞ്ഞു, ഒരു വർഷം കഴിഞ്ഞാൽ എന്റെ വീട്ടിലെ പത്തായത്തില് നെല്ല് തീരുകയില്ല, മറ്റുള്ള സാധനങ്ങൾ തീരുകയില്ല. അങ്ങനെ സുഭിക്ഷമായി ജീവിച്ച ഞാൻ ക്രിസ്തു നിമിത്തം ഈ വലിയ ബുദ്ധിമുട്ടിൽ കൂടെ ഞാൻ പോകുന്നത് എന്റെ കുഞ്ഞ് ആ മങ്കരി കുടിക്കുന്ന രംഗം കണ്ടപ്പോൾ എനിക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട അടുക്കൽ വന്ന് പറഞ്ഞു, വാ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കര കൊടുത്ത് പ്രാർത്ഥിച്ചു. കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞ് ആ കഞ്ഞി അവിടെ വെച്ചിട്ട് അവൾ ഓടി വന്ന് ഞങ്ങൾ രണ്ടുപേരെയും കൈ പിടിച്ചു. ഒരു കൈ പിടിച്ചു, ഒരു കൈക്ക് എന്റെ മോൾ കൈ പിടിച്ചു, എന്റെ കൈക്ക്, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും കൈക്ക് ഞങ്ങൾ കുഞ്ഞു. ആ കാഴ്ച കണ്ടപ്പോൾ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞ് നിർബന്ധം ചെയ്യാതെ സ്വത്രം ആ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയപ്പോൾ ആ ഞെരുക്കത്തിന് മുമ്പിൽ, ആ വലിയ ശോധനയുടെ മുമ്പിൽ
ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളൊപ്പം ഞങ്ങളുടെ കുഞ്ഞുവിരുന്ന് കഴിയും. ഞങ്ങൾ വാവിട്ട ആ രംഗങ്ങൾ ഞാൻ തകർന്നു പോയി. ഭക്ഷണത്തിന് വേണ്ടി അന്ന് മാത്രമേ ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുന്നുള്ളൂ. എന്നാൽ അന്ന് മുതൽ ദൈവം ഏലിയാവിനെ പോറ്റുന്നു എന്ന് പറഞ്ഞതുപോലെ അനേക പ്രിയപ്പെട്ടവർ മുഖാന്തരം വഴികളെ ദൈവം ഹല്ലേലൂയ നടത്തിയ അനുഭവങ്ങൾ ഒത്തിരി 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 പറയാം. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് വണ്ടി ഞാന് ഒരു സൈക്കിൾ ഒരു പ്രിയപ്പെട്ടവരുടെ ഒരു സൈക്കിൾ വാങ്ങി പ്രാർത്ഥിക്കാൻ വേണ്ടി. ആ സൈക്കിൾ തന്നില്ല. ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് പോകും നിർത്തിയില്ല. ഞാൻ കുടുംബമായി മറ്റൊരു സ്ഥലത്ത് സഭയുടെ സഭാ ശുശ്രൂഷകനായി കർത്താവിനെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ UP കല്ലടയുള്ള സ്വദേശിയ കുണ്ട്ര കല്ലടയുള്ള UPയിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം അവിടെയാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം സുവിശേഷ വില ചെയ്യുന്നവർക്ക് 2 സൈക്കിൾ, സുവിശേഷ വില ചെയ്യുന്നവർക്ക് 2 സൈക്കിൾ. അതിലൊരു സൈക്കിൾ സ്വന്തം ഹല്ലേലൂയ എനിക്ക് കിട്ടാൻ. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി ഒരു സൈക്കിൾ ചോദിച്ചപ്പോൾ സൈക്കിൾ തരാതിരുന്നു. സർവശക്തിയുള്ള ദൈവം അടുത്തവരെ കൊണ്ട് പുതിയ സൈക്കിൾ കഴിച്ചു. പുതിയ സൈക്കിൾ. ആ സൈക്കിൾ ഒത്തിരി നാൾ ഞാൻ ഒരു ദേവദാസൻ എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു വന്നപ്പോൾ ഒന്നും കൊടുക്കാനില്ല, ഒരു വകയും കൊടുക്കാൻ. എനിക്കങ്ങ് വലിയ വിഷമമാണ്. പെട്ടെന്നൊരു ചിന്ത, ഈ സൈക്കിൾ ആ മനുഷ്യന് കൊടുക്കാനല്ല, ആ ദേവദാസന് കൊടുക്കാനല്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ടെങ്കിൽ പറഞ്ഞു, ഈ സൈക്കിൾ അദ്ദേഹത്തിന് കൊടുക്കാം. സൈക്കിൾ കൊടുത്താൽ വേറെ ഒന്നുമില്ല, പിന്നെ നടപ്പാം, പണ്ടത്തെ പോലെ നടപ്പാം. എന്റെ പ്രിയപ്പെട്ടുള്ള അച്ഛൻ അങ്ങനെ താല്പര്യമാണെങ്കിൽ എനിക്ക് ദിവസം കൊടുക്കാം. അങ്ങനെ ഞാൻ സൈക്കിളുമായി അനന്തിച്ചു. ആ വീട്ടിൽ ചെന്നപ്പോ ആ ഭാര്യയും ഭർത്താവും സുവിശേഷകർ. അവരെന്തിനു വേണ്ടിയാ? അവർക്കൊരു സൈക്കിൾ വേണം. സൈക്കിളിന് വേണ്ടി 3 സുവാസം, ഒരു പഴയ സൈക്കിൾ. ഹല്ലേലൂയ. മറ്റേ വിഷയങ്ങളുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഈ സൈക്കിളിന്റെ വിഷയം വെച്ചിട്ടാണ്. അപ്പൊ ഭാര്യ പറഞ്ഞു, സ്വന്തം നമുക്ക് സൈക്കിള് എന്ത് ചെയ്യാം, കാശ് കൊടുക്കുന്നത്. ഭർത്താവ് പറഞ്ഞു, വേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. കണ്ടോ, ഒരാൾ പറഞ്ഞ് കാശ് കൊടുക്കുന്നില്ല, അടുത്ത ആൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പകൽ എന്നെ കണ്ടപ്പോൾ അവർ വലിയ സന്തോഷമായി. ഞാനിതൊന്നും പറഞ്ഞു, ആ വീട്ടിൽ ചെന്നൊന്നും പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, മാസ്റ്റർ ശുശ്രൂഷിക്കും. ദൈവം എന്നെ ഒരു ചെറിയ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ആ ശുശ്രൂഷ അവിടെ ചെയ്തു. ഐശ്വര്യമായി ദൈവത്തിന്റെ വചനമാണ്. ശുശ്രൂഷ തീർന്നു കഴിഞ്ഞപ്പോൾ അവർ ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയമായപ്പോൾ ഞാൻ ആ പാസ്റ്റ വന്നേ. ആ പാസ്റ്റ നീ അന്തപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, വന്നേ, കാര്യം പഠിക്കേണ്ടതില്ലേ പ്രാർത്ഥിക്കുന്നത്. ഞാൻ വിളിച്ച് വെളിയിലോട്ട് നിൽക്കുക. വന്നേ, വാ, വെളിയിലോട്ട് വാ. എന്തിനാ പാസ്റ്റ? ഞാൻ പറഞ്ഞു, വാ. എന്റെ സൈക്കിളിന് എടുത്തു, പുതിയ സൈക്കിൾ. സ്വന്തം സൈക്കിൾ കൊടുക്കുന്നു. പിന്നെ ദൈവത്തെ കൊണ്ട് കൊടുത്ത കാര്യത്തെ കുറിച്ച് ഭാരപ്പെടാൻ നടക്കുമ്പോഴേ, പണ്ടത്തെ പോലെ നടക്കുമ്പോഴേ അതിനെക്കുറിച്ച് ഭാരപ്പെടാൻ വിഷമിക്കാൻ ഞാൻ ആ പ്രിയപ്പെട്ട വികാസത്തിന് ഈ സൈക്കിൾ നിങ്ങൾക്ക് പറയാൻ. ഞാനത് പുത്തനെ പോലെ തുടച്ച് പൊടിയൊന്നും പറ്റാതെ, അഴുക്കൊന്നും പറ്റാതെ, ചെളിയൊന്നും പറ്റാതെ പുത്തനെ പോലെ ഇങ്ങനെ തുടച്ച് വണ്ടിയാ ഞാൻ ആ സൈക്കിളാണ്. ഉടൻ തന്നെ ആദിവാസം വിളിച്ചേ, ഭാര്യ ഓടി വാടി, ദൈവാത്ഭുതം പ്രവർത്തിച്ചടി. രണ്ടുപേരും അവർ പൊട്ടിക്കാരൻ. അവർ പ്രാർത്ഥിക്കും. ഞാൻ അവർ തിരിച്ച് നടന്നു ജീപ്പിൽ കയറി എന്റെ വീട്ടിൽ വീണ്ടും നടത്തിയ ദൈവമാർഗം കണക്കാരൻ. ഒരു ദൈവദാസന് ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിന് ദർശനം കൊടുത്തു. എന്നെ ദർശനം ഞാൻ നടന്ന് വിയർത്ത് വരുന്നു. ദൈവം ഇടപെടുക, നിന്റെ വാഹനം ഈ മനുഷ്യൻ കൊടുത്താൽ കിട്ടും. തമ്പുരാന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്താൽ കിട്ടുമോ? ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിരിക്കുമ്പോൾ എന്റെ ഫോൺ എന്റെ സ്നേഹിതർ വിളിക്കുക, പെട്ടെന്ന് 1 ലിറ്റർ പെട്രോൾ മേടിക്കുന്നു. പെട്ടെന്ന് ഉച്ചയാകുന്നു. ഞാൻ ചോദിച്ചെന്തിനാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇന്ന പാസ്
വർഷത്തിൽ വണ്ടി തരാനാണ്. ഓ, എനിക്ക് കരയണോ, എനിക്ക് ഉരുണ്ട് കരയണോ, എനിക്ക് ചാടി നടന്ന് കരയണോ, എന്തോ ചെയ്യണോ എനിക്ക് അറിയാം. കാര്യം എന്റെ വീട്ടിൽ ആർക്കും വണ്ടിയില്ല, ഞാൻ പെണ്ണെടുത്ത വീട്ടിൽ ആർക്കും വണ്ടിയില്ല, എന്റെ ബന്ധത്തിൽപ്പെട്ട ആർക്കും വണ്ടിയില്ല. ഞാൻ പുസ്തകം എടുത്തപ്പോഴേ, ഈ ബൈബിൾ എടുത്തപ്പോഴേ, ഈ ബൈബിൾ എടുത്തപ്പോഴേ പലരാ കളിയാക്കിയതാ, പരിഹസിച്ചതാ. നിന്റെ ജീവിതം തീർന്നടാ, നിന്റെ ജന്മം തീർന്നടാ, നീ പോയടാ. കളിയാക്കി പുസ്തകം എടുത്തപ്പോ കളിയാക്കി അറിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിലാർക്കും വണ്ടി, എന്റെ ബന്ധുക്കളുടെ വീട്ടിൽ വണ്ടിയില്ല, ഞാൻ പെണ്ണെടുത്ത വീട്ടിൽ ആർക്കും വണ്ടിയില്ല. ഞാൻ പാർക്കുന്ന ദേശത്ത്, ഞാൻ ജനിച്ചു വളർന്ന ആ പാർക്കുന്ന ദേശത്ത് ആർക്കും സ്വന്തമായി വണ്ടി. ആദ്യം വണ്ടി തന്നത് ഉപദേശിക്കണം. ഈ പുസ്തകം ചുമക്കുന്നവൻ ആദ്യം വണ്ടി തന്നത് വില കൊടുത്ത് വാങ്ങിയതല്ല. ഈ പുസ്തകം ചുമന്നാൽ ഇത് നിനക്ക് മാന്യത. എന്നെ മാനിക്കുന്നവരെ സ്വന്തം മാനിക്കും. ഞാൻ ആ വണ്ടി കൊണ്ടുവരുന്നു, ആ വണ്ടി കൊണ്ടുവരണം. ഹല്ലേലൂയ. ആ വണ്ടിയിൽ പ്രാർത്ഥനയ്ക്കും ചവിട്ടി, അതാ നടന്ന് വിയർപ്പ് സ്വതം. ചില വീട്ടിലേക്ക് ചെന്ന പ്രാർത്ഥന കഴിയുമ്പോൾ അവിടുത്തെ രക്ഷണമോ കാണുമ്പോൾ അവിടുന്ന് സ്വപ്രാഴ്ചയോ അവിടുന്ന് ഒന്നും തരാൻ മേടിക്കാൻ മനസ്സിലാക്കും. ഞാനത് കൊടുത്തിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നടന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈക്കിൾ ചവിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം പറഞ്ഞു, നീ നടന്ന് കാല് പൊട്ടുന്നതാണ്, വിയർക്കണ്ടാണ്. സൈക്കിൾ ചവിട്ടി നീ വിയർക്കണ്ടതാണ്. സ്വത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ വണ്ടി പഠിച്ച്, സ്വത്രം, ഹല്ലേലൂയ. ആ വണ്ടി പഠിച്ച്, ഹല്ലേലൂയ. ഒത്തിരി നാൾ ആ വണ്ടിയാണ്, ഒത്തിരി നാൾ ആ വണ്ടി യാത്ര, പ്രാർത്ഥിച്ചും വണ്ടി യാത്ര. അത് കഴിഞ്ഞ ശേഷം മറ്റ് പല വണ്ടികളും മാറി സ്വതം. ഹല്ലേലൂയ. വണ്ടിയിൽ യാത്ര ചെയ്യുവാൻ കണ്ടോ. അത് കഴിഞ്ഞ ശേഷം ദൈവം ഇടപെട്ടു, നിനക്ക് 4 വീൽ വണ്ടി തരാം, 4 വീലുള്ള വണ്ടി തരാം. ഓ, സ്വതം. ദൈവം ആർക്കും കടപ്പാണ്. എന്റെ വീട്ടിലെ, ഞാൻ പെണ്ണെടുത്ത വീട്ടിൽ, എന്റെ ബന്ധുക്കളുടെ വീട്ടിൽ ആർക്കും 4 വീൽ വണ്ടിയില്ല, 4 വീലുള്ള വണ്ടിയില്ല. ആദ്യം 4 വീലുള്ള വണ്ടി തന്നില്ല. ഈ പുസ്തകം ഇന്നും എന്റെ നാട്ടിൽ ഞാൻ വാഹനം ഓടിച്ചു ചെല്ലുമ്പോൾ ചിലർക്ക് അത്ഭുതമാണ്. ചിലർ ചോദിക്കും, മോനെ നിനക്കുണ്ടായ മാറ്റം, ദൈവം നിന്നെ മാനിച്ചല്ലോ. എന്റെ കൂടെ പഠിച്ചത്, എന്റെ കൂടെ നടന്നു, എന്നെ കണ്ടിട്ട് വാവിട്ടിട്ടാണ്. ആ പ്രിയപ്പെട്ടവൻ ഒരു കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ട് ജയിലാണ്. അവൻ കഞ്ചാവും മദ്യത്തിന് അടിമയാണ്. ആ പ്രിയപ്പെട്ടവൻ എന്നെ കണ്ടപ്പോൾ ഹല്ലേലൂയ. എന്റെ നാട്ടിൽ ഇന്ന് ഞാൻ ചെല്ലുമ്പോൾ ചിലർക്ക് അത്ഭുതം. ഞാൻ ചില സമയത്ത് എന്റെ വാഹനം കൊണ്ട് അവർ കാണാൻ വേണ്ടി ഞാൻ ഈ 4 വീൽ വണ്ടി ഓടിച്ചിട്ട് അവിടെ കണ്ട് ഓടിച്ചിട്ട് കറക്കും. ഹല്ലേലൂയ. കളിയാത്തവനെന്ന് കാണണം, പരിഹസിച്ചവനെന്ന് കാണണം, ബന്ധുക്കളെന്ന് കാണണം, ദൈവത്തെ മാനിക്കുന്നവനെ. പ്രിയപ്പെട്ടവർക്ക് ദൈവം അങ്ങനെ നടത്തുക. ഹല്ലേലൂയ. ജീവിതത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. മരണം 7 പ്രാവശ്യം കാത്തുകയാണ്. 1, 2 വല്ല 7 പ്രാവശ്യം മരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അത് ഏനാത്തൊന്നും ഞാൻ കൊട്ടാരക്കരയിലേക്ക് പോയി, കാർ ഓടിച്ചു. കലയോരോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കൊട്ടാരക്കര ഏനാത്തിനപ്പുറം. അവിടെ വന്നപ്പോൾ ഞാൻ ഒരു ക്യാൻസർ രോഗിയോട് പ്രാർത്ഥിക്കാൻ.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, കലവര കഴിഞ്ഞപ്പോൾ, ഇടത്തെ സൈഡിൽ കൂടെ പോയ കാറ് വലത്തെ സൈഡിൽ, ആ വണ്ടി ചെന്ന് വലത്തെ സൈഡിൽ മതിലെ അടിച്ചു. പുറത്തെല്ലാം കൊണ്ടുപോയി. കൊട്ടാരക്കര അടൂര് MC റോഡ് തുരുതുരാ വാഹനം പോകുന്നത്. ഒരു ദിവസം എത്ര അപകടം നടക്കുന്നു ആർക്കും. അവിടെ അപകടം നടന്നാൽ പിന്നെ ആളുടെ പേര് ഒന്നും പറയാം. ഞാൻ വണ്ടി ക്രോസ് ചെയ്ത് വലത്തെ സൈഡിലേക്ക് എന്റെ വാഹനം പോകുമ്പോൾ മുമ്പിൽ ഒരു വണ്ടി വന്നു, പുറയിൽ ഒരു വണ്ടി വന്നു. ഞാൻ വിശ്വസിക്കുന്നു ദൈവം തടഞ്ഞത് മാത്രമേ എനിക്ക് പറയാം. മതിലെ ചെന്ന് വണ്ടി അടിച്ചു. അടിച്ചപ്പോഴെനിക്ക് ബോധം തെളിഞ്ഞെത്തിച്ചു. ശരീരം മൊത്തം മുണ്ടിയാണ്. എനിക്ക് മനസ്സിലായി വണ്ടി വലത്തെ സൈഡ്. ഞാൻ വണ്ടി വെട്ടിച്ചു. വലത്തു പോയ വണ്ടി ഇടത്തു മാറും. പണ്ട് കുട്ടികളോട് ചോദിച്ചാൽ കിളുത്തിട്ട് തട്ട് കളിക്കും. റോഡിൽ കിടന്ന് അങ്ങോട്ട് ഇട്ടിട്ട് വണ്ടി കിടന്ന് ചാടും. ഈ ചാട്ടം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഓടി വന്നിട്ട് പറഞ്ഞു, ഇത് മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു. അവർ ഓടി വന്നു. അപ്പഴേ വണ്ടി ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി സൈഡ്. എന്നെ കണ്ടപ്പോൾ അവർ മനസ്സിലായി ഞാൻ ഉപദേശിയാണ്. വലിയ ട്രസ്റ്റ് തന്നെ, ഉപദേശിയാണ് മനസ്സിലായി. സ്തോത്രം. മദ്യപിച്ചിട്ടല്ല മനസ്സിലായി. സ്തോത്രം. എന്താ ചോദ്യം? ഞാൻ പറഞ്ഞു എന്റെ ശരീരം തളർന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അന്ന് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ യാത്ര പറഞ്ഞു. ഹല്ലേലൂയ എന്ന ദൈവം തന്റെ കരകളിൽ മരണത്തോടൊക്കെ പോകണം. മഞ്ഞപ്പിത്തം എന്ന മാരകരോഗം, മഞ്ഞപ്പിത്തം പച്ചമരുന്ന് കഴിച്ചിട്ടും വേണ്ടതിൽ പോകുന്നു. എന്റെ സഹോദരങ്ങൾ, എന്റെ ആകുന്ന സ്നേഹിതൻ ചേർന്ന് എന്റെ പ്രിയപ്പെട്ടോടെ ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അവിടെ അഡ്മിഷൻ എടുത്തു. അപ്പോൾ കിഡ്നി കംപ്ലൈന്റ് ഉള്ള ഡോക്ടർക്ക് വേണ്ടി 10 ബെഡ്, മഞ്ഞപ്പിത്തം രോഗികളെ നോക്കുന്ന ഡോക്ടർക്ക് 10 ബെഡ്. ഞാനവിടെ ചെല്ലുമ്പോൾ മഞ്ഞപ്പിത്തം ബാധിക്കപ്പെട്ട ഡോക്ടർക്കുള്ള 10 ബെഡ് ഫുള്ളാണ്. കിഡ്നി കംപ്ലൈന്റ് ഉള്ള ഡോക്ടറുടെ 1 ബെഡ് കൂടി എന്നെ അവിടെ ഞാൻ അനേക പ്രാവശ്യം മെഡിക്കൽ കോളേജ് പോയിട്ടുണ്ട്. അമ്മയെ കൊണ്ട് പോയിട്ടുണ്ട്, അപ്പച്ചനെ കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ കൊണ്ട് മിക്ക സ്ഥലങ്ങളും എനിക്കറിയാം. ഞാന് അവിടെ കിടക്കുമ്പോൾ ഒരു സിസ്റ്റർ എന്ന് പറയുക ഇൻജക്ഷൻ എടുക്കണം, അതിന് സിറിഞ്ചുമാണ്. ഇത് കേട്ടപ്പോ ഞാൻ എന്റെ ഭാര്യ എടുത്ത് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി താഴെ പോയി ശ്രമിക്കുന്നു. കാര്യം അവർക്ക് പോയാൽ പോകുന്ന വഴി അറിയത്തില്ല, തിരിച്ചു വരുന്ന വഴി അറിയത്തില്ല, പിന്നെ ആകെ ഞാൻ പറഞ്ഞു നീ ഇവിടെ നിൽക്ക്. ഞാൻ താഴെ സിറിഞ്ചിന് അടിക്കാൻ പോയ സമയത്ത് സിസ്റ്റർ അവിടെ ഇരുന്ന ഒരു സിറിഞ്ചിനകത്ത് മറ്റൊരു സിസ്റ്റർ മരുന്ന് നോക്കി. എന്തിയെ അപ്പുറത്തോട്ട് പോയതാ. ഇപ്പം ഈ സിസ്റ്റർ തിരിച്ചു പോയി. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഷമീർ കൊല്ലം, ഷമീർ മാസ്റ്റർ കൊല്ലം, അന്ന് അദ്ദേഹം തിരുവനന്തപുരം. എന്നെ കാണാൻ വേണ്ടി അദ്ദേഹം വന്നു. ഞാൻ അവിടെ ഇല്ല, ഞാൻ വെളിയില്ല. എന്റെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ 2ാം പ്രാവശ്യം സിറിഞ്ചിൽ മരുന്ന് നിറച്ചുകൊണ്ട് സിസ്റ്റർ ഷമീർ മാസ്റ്റർ എന്നെ ഫോൺ ചെയ്ത് വഴക്ക് പറഞ്ഞു. അഡ്മിഷൻ എടുത്താൽ ആര് പറഞ്ഞ പുറത്തു പോകാൻ? സ്തോത്രം. അത് ദൈവത്തിന്റെ പദ്ധതിയായി. അസ്വസ്ഥ പോയി. ഞാൻ പെട്ടെന്ന് വന്നു.
ഞാൻ അവിടെ വന്നപ്പോൾ ഡോക്ടറിന്റെ അടുക്കൽ വന്നു കിടക്കാൻ പറഞ്ഞു. പരിശോധിച്ചു നിൽക്കുമ്പോൾ 3-ാം പ്രാവശ്യവും സിസ്റ്റർ മരുന്നുമായിട്ട് കാര്യം കിഡ്നി കംപ്ലൈന്റിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ചെല്ലുമ്പോൾ ഒരു ഡോസ് മരുന്ന്. ഞാൻ കിടക്കുന്നത് കിഡ്നി കംപ്ലൈന്റ് ഉള്ള ബെഡിലല്ലേ കിടക്കുന്നത്. മരുന്ന് മാറി കുട്ടി എന്റെ ജീവിതം തീരുന്നതായി. മഞ്ഞപ്പിത്തം എന്ന മാരക രോഗം പിടിക്കപ്പെട്ട് 2 പ്രാവശ്യം പിച്ചിട്ടാന്ന് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ചെറുപ്പക്കാരൻ അരണ്ടരണ്ടെന്ന് ചുമച്ചു. ചുമ തീർന്നില്ല. വായിക്കൂടെ മൂക്കിക്കൂടെ ബ്ലഡിയാണ്. ഡോക്ടർമാർ സിസ്റ്റർമാർ ഓടി വരും, ട്രിപ്പ് ഇട്ടു. അപ്പോൾ അടുത്തൊരു ചെറുപ്പക്കാരൻ അടുത്ത ബെഡിൽ കിടക്കുന്നു. അവന്റെ കൈ കാലം കെട്ടി. ആ പ്രിയപ്പെട്ട ഇങ്ങനെയാണ് പ്രശ്നം. ഇങ്ങനെയാണ് ഞാൻ നോക്കിക്കാം, കൈ കെട്ടി ഞാൻ പെട്ടെന്ന് സിസ്റ്റർമാർ വന്നു, ഡോക്ടർമാർ വന്നു, മരുന്ന് കൊടുത്തു, ഓക്സിജൻ കൊടുത്തു. ഞാൻ നോക്കി നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ പ്രാണൻ ആ മനുഷ്യൻ കിട്ടുന്നു. അർദ്ധരാത്രി 3 മണി. കൂട്ടനിലവിളി. ഞാൻ തലമുക്കി നോക്കുമ്പോൾ, ഞാൻ കിടപ്പിൽ നിന്ന് തലമുക്കി നോക്കുമ്പോൾ ബ്ലഡ് കവട്ടിയ ആ മനുഷ്യൻ ഞാൻ തുടങ്ങി. എന്നാൽ അത്രയും മഞ്ഞപ്പിത്തം കൂടിയ എന്നെ ദൈവം അത്ഭുതകരമായി. ഇതിനറിയാമോ? ഈ കൈ കൊണ്ട് അനേകർ വേണ്ടി പ്രാർത്ഥിച്ച കൈയാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കൈയായി. സ്വതം ഞാനിത് പറയുമ്പോഴേ, ഞങ്ങളിങ്ങനെ ഭവന വിസിറ്റ് ചെയ്ത് ഇങ്ങനെ പോവാ. ഭവന വിസിറ്റ് ചെയ്തൊരു വീട്ടിൽ ചെന്നൊരു മർദ്ദമ്മക്കാരി വീട്ടിൽ. അവിടെ ചെന്നപ്പോൾ മർദ്ദമ്മക്കാരി അമ്മ കാലിന്റെ 5 വിരലും ഷുഗർ വന്ന് പഴുത്ത് അടുത്തോടത്തെല്ലാം പുല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ പുല്ലൂര് ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ പറഞ്ഞ 5 വിരലും മുറിക്കായിരിക്കും. 5 വിരലും മുറിക്കായിരിക്കും. ഞങ്ങൾ അമ്മയോട് യേശുവിനെ കൊടുത്തു. മർദ്ദമകാരിയാ. യേശു സൗഖ്യമാക്കേണ്ട ദൈവമാണ്. യേശുവിനെ കൊണ്ട് കഴിയാത്തൊരു കാര്യം കേട്ടോ. യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. യേശുവിനെ കൊണ്ട് കഴിയാത്തൊരു കാര്യമില്ല. അമ്മ വിശ്വസിക്കുന്നോ? അമ്മ പറഞ്ഞു വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്നാനം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ അമ്മ പറഞ്ഞു കർത്താവിനെ വിടുവിച്ചാൽ ഞാൻ ആ കാര്യം ചെയ്തുകൊള്ളാം. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം. ഒരുവൻ യേശുവിനെ സ്വീകരിക്കല്ലേ, ഒരുവന്റെ പേര് ജീവന്റെ പുസ്തകത്തെ എഴുതുകയല്ലേ. വലിയ സന്തോഷം. ഞാൻ പറഞ്ഞു അമ്മ വെളിച്ചെണ്ണ ഇരിക്കുന്നു. അമ്മ പറഞ്ഞിരിക്കോ. അമ്മ ഉന്തി നടക്കാൻ വയ്യ. ഉന്തി അടുക്കള ചെന്ന് വെളിച്ചെണ്ണ കൊണ്ടുവന്നത് എന്റെ കൂടിയിരിക്കുന്ന സഹോദരത്തിലേക്ക് പറഞ്ഞു, നീ ഒഴിച്ചെന്ന് പ്രാർത്ഥിക്കേ, നീ ഒഴിച്ചെന്ന് പ്രാർത്ഥിക്കും. കേൾക്കണോ? ആ പ്രിയപ്പെട്ടവൻ ഒഴിച്ച് പ്രാർത്ഥിച്ചാൽ പ്രതിഫലമാർഗം കൊടുക്കുന്ന ജോലി ചെയ്യുന്നവനല്ലേ കൂലി. ജോലി ചെയ്യുന്നല്ലേ കൂലി. ഞാൻ എന്നെ കിട്ടും. എന്റെ കയ്യിൽ എന്റെ വലത്തെ കൈയുടെ നല്ല ഒഴുക്ക് വേണ്ട. ഞങ്ങൾ 2 പേരും ചേർന്ന് ആ എണ്ണ പ്രാർത്ഥിച്ചു. 5 വെള്ളം മുറിക്കാതിരിക്കുക. പുല്ലൂര് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർ മുറിക്കാൻ വെച്ചിരിക്കുക. കൈവെള്ളയിൽ വലത്തെ കയ്യിൽ എണ്ണ ഒഴിച്ചു. ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ആ അമ്മയുടെ കയ്യിൽ തുണി മുക്കിയല്ല കേട്ടോ. സ്വത്രം പഞ്ഞിക്കകത്തായി ഈർക്കനകത്ത് പഞ്ഞി ചുറ്റി. അങ്ങനല്ല. ഈ കൈ കൊണ്ട് ഈ വലത്തെ കൈ ഗ്ലൗസ് പോലും ഇട്ടിട്ടില്ല, പുറപോലും ഇട്ടിട്ടില്ല. എണ്ണയൊഴിച്ച് ഈ കൈ കൊണ്ട് അമ്മയുടെ കാലിൽ പൊത്തി അകത്തും പുറത്തും എണ്ണ തേച്ച് പ്രാർത്ഥിച്ചു. പോഷത്വമല്ലേ? കേട്ടോ? അടുത്ത കേട്ടോ? ഞങ്ങള് പോഷത്വമാ ചെയ്തെങ്കിൽ ദൈവത്തിന് പ്രസാദമാ. മുറിക്കാൻ വെച്ച കാല്, അഴുകിയ കാല്, അതാ അടുത്ത് ചെല്ലാൻ പറ്റാത്ത ദുർഗന്ധം വഹിക്കുന്ന കാല്. 3-ാം ദിവസം ചെന്നപ്പോ അത് വാടി ഉണങ്ങി.
കേട്ടോ. വാടി ഉണങ്ങി ഷുഗർ പിടിച്ച കാല, പൊട്ടി വലിച്ച കാല, പാടെടുക്കുന്ന കാല. പാടെടുത്തവൻ ഭർത്താവിന് വേണ്ട, മരുമോക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട. കണ്ടോ കണ്ടോ കണ്ടോ? എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സൗഖ്യമാക്കി. ഹല്ലേലൂയ. 3-ാം ദിവസം ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് 3-ാം ദിവസം അവിടെ നിന്നപ്പോൾ അമ്മ മുറ്റം തൂക്കുക, ചെറുപ്പക്കാരിയെ പോലെ മുറ്റം തൂക്കുക. കണ്ടോ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇത് കുഞ്ഞുങ്ങളെ അല്ലട്ടോ, ഈ പുസ്തകം കുഞ്ഞുങ്ങളെ അല്ലട്ടോ, യേശുവിനെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ അല്ലട്ടോ, സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളെ അല്ലട്ടോ, തീരുമാനമെടുക്കുന്ന കുഞ്ഞുങ്ങളെ അല്ലട്ടോ. ഈ സാക്ഷ്യം ആര് കേൾക്കുന്നുവോ, ഈ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിന് ഇതിന്റെ അകത്തളത്തിൽ യേശുവിനെ സ്വീകരിക്കേണ്ട കാലമാണോ? യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം എന്നെ സൗഖ്യമാക്കി. ഞങ്ങൾക്ക് ചാടണോ, തുള്ളണോ, കരയണോ, എന്ത് വന്നറിയാം. ഞങ്ങൾക്ക് രണ്ടുപേരും ആനകൊത്തിയിലും തോന്നി ആനകൊത്തിയിലുള്ള ബിനു എന്ന് പറഞ്ഞ കാസർഗോഡ് കൂടെ വന്നു. ഞങ്ങള് സ്വതം വീട്ടിൽ ചെന്ന് 3-ാം ദിവസം വീട്ടിൽ ചെന്ന് കാര്യമൊക്കെ പറഞ്ഞു. അമ്മയെ യേശു സൗഖ്യമാക്കി. അമ്മയെടുത്ത് തീരുമാനം എന്ത് ചെയ്യണം, നടപ്പിലാക്കണം. തീരുമാനത്തിന് മുമ്പിൽ അധികം പോകുന്നു. സ്തോത്രം. മുറിക്കാൻ പറ്റുന്ന കാലല്ലേ, വിരൽ മുറിക്കാൻ പറ്റുന്നതല്ലേ. അമ്മയെടുത്ത് തീരുമാനം നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോ ഈ അമ്മ പറഞ്ഞു, കെട്ടിയവനോട് ചോദിക്കണം, കെട്ടിയവനോട് ചോദിക്കണം. ഏതാ യേശു കാണിച്ച മാതൃക പിൻപറ്റണമെന്ന് പറഞ്ഞപ്പോഴാണ് കെട്ടിയവനോട് ചോദിക്കണം. പിന്നെ മരുമോളെടുത്ത് ചോദിക്കണം. ഞങ്ങളുടെ സംഘം ചോദിക്കുന്നത് ആദ്യം പറഞ്ഞാ, വിടിവിച്ചാൽ ദൈവം വിടിവിച്ചാൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പറഞ്ഞ അമ്മ. ഈ തള്ള പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചത്. സൗഖ്യം കിട്ടിയപ്പോൾ അമ്മ താളം ചവിട്ടി. കേൾക്കണോ? 6 മാസം ആ സൗഖ്യം നൽകുന്നു. 6 മാസം ഞങ്ങൾ ഇടത്തേക്കാൻ വയ്ക്കും. ഞങ്ങൾ പറയും, അമ്മ തീരുമാനത്തിന് മാറല്ലേ, തീരുമാനം എടുത്തോണ്ടേ. ഇപ്പൊ പറയും, കെട്ടിയവനോട് ചോദിക്കും, മരുമോനോട് ചോദിക്കട്ടെ, മക്കളോട് ചോദിക്കട്ടെ. ഈ സാക്ഷ്യം കേൾക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. 6 മാസം വെയിറ്റിംഗ് ലിസ്റ്റ് പോലെ ദൈവം നോക്കി. 6 മാസം കഴിഞ്ഞപ്പോൾ സൗഖ്യമായ കാല് വീണ്ടും പൊട്ടി ഒലിക്കാൻ തുടങ്ങി. തീരുമാനത്തിന് വ്യതിചലിച്ച ദോഷം കണ്ടോ? പച്ചമരുന്നും ഇംഗ്ലീഷ് മരുന്നും പിടിക്കത്തില്ല കേട്ടോ. പച്ചമരുന്നും ഇംഗ്ലീഷ് മരുന്നും പിടിക്കത്തില്ല കേട്ടോ. 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പരിശോധനയായി. കാല് പൊട്ടി വലിയ കാലിന്റെ വിരല് പൊട്ടി ഒലിക്കാൻ തുടങ്ങി. കൊല്ലൂർ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുചെന്നു. കാലിന്റെ വിരല് മുറിച്ചു, 5 വിരല് മുറിച്ചു കേട്ടോ. 5 വിരല് മുറിച്ചു. കഥയല്ല, യാഥാർത്ഥ്യമാണ്. ഇന്ന് ആ കുടുംബത്തിലെ അംഗങ്ങൾ ഇന്നും അത് പുല്ലൂർ അലിമുക്കിൽ താമസിക്കുന്നുണ്ട്. കാലിന്റെ വിരല് മുറിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. കാലിന്റെ പത്തി വെച്ച് മുറിച്ചു. യേശുവിനെ വേണ്ട, യേശുവിനെ വേണ്ട, യേശുവിനെ വേണ്ട, യേശുക്രിസ്തുവിനെ വേണ്ട, യേശു കാണിച്ച മാതൃക വേണ്ട, യേശു കാണിച്ച മാതൃക പിൻപറ്റണ്ട. നീ പിൻപറ്റണ്ട. ഒഴിപ്പിക്കോ, തള്ളിക്കോ, തള്ളിക്കളഞ്ഞോ, പുറം കാലം തട്ടിക്കോ, വരാൻ പോകുക. ഞാൻ പ്രവർത്തിക്കും ആർക്കറിയും. ഒരുത്തിനെ കൊണ്ടും ഒരു നേതാക്കന്മാരെ കൊണ്ടും തമ്മിലുള്ള പ്രവൃത്തിയെ തടയാൻ പറ്റും. നിന്റെ പണം കൊണ്ട് തടയാനൊക്കത്തില്ല, നിന്റെ സ്വാധീനം കൊണ്ട് ഒന്നില്ല. ഞാൻ പ്രവർത്തിക്കും. ആരാ തടയുന്നത്? കാലിന്റെ പത്തി വെച്ച് മുറിച്ചപ്പോ പഴുക്ക് മേലോട്ട് പഴുകില്ല. പുല്ലൂർ ആശുപത്രി ഡോക്ടർ പറഞ്ഞ് പഴുക്കുന്നത് കൊണ്ട് ഇവിടെ പണിയൊക്കത്തില്ല, മെഡിക്കൽ കോളേജിൽ ഇല്ല. മെഡിക്കൽ കോളേജ് വിട്ടു. കേൾക്കണോ? മുട്ടിന് താഴെ വെച്ച് മുറിച്ചു. യേശുവിനെ വേണ്ട. മുട്ടിന് താഴെ വെച്ച് മുറിച്ചു. ഡോക്ടർ പറഞ്ഞു, സ്വതന്ത്രം, എവിടം വരെ പഴുക്കും അവിടം വരെ വെച്ച് മുറിക്കും. ദൈവത്തിന്റെ പരിപാടിയാണ്. യേശുവിനെ വേണ്ട, യേശുവിന്റെ കൽപ്പന വേണ്ട.
എവിടം വരെ പഴുക്കും അവിടം വരെ മുറിക്കും. മുട്ടിന് മേളിൽ വെച്ച് മുറിച്ചു. കണ്ടോ എത്ര മുറിവായിരുന്നു? മുട്ടിന് മേളിൽ വെച്ച് മുറിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞ എവിടം വരെ പഴുക്കും അവിടം വരെ മുറിക്കും. മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ച അവസാനം ബോഡിയാ വീട്ടിൽ കൊണ്ടുവന്നത്. ബോഡി ബോഡി ബോഡി. ഞാൻ എന്റെ സാക്ഷ്യം പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ മുമ്പ് വന്ന വിഷയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു അത്ഭുതം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടത്, എന്റെ അമ്മ മാനസരോഗിയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, തിരുവനന്തപുരം ഓളമ്പാറ ആശുപത്രിയിൽ എന്റെ അമ്മയെ ചികിത്സയിൽ കൊണ്ടുപോയ ആളാണ്. എന്റെ അമ്മ മാനസരോഗിയായി കൈയും കാലും ആമത്തിലിട്ട ആളായിരുന്നാണ് പറയുന്നത് എന്റെ അമ്മയെ. അത് നിങ്ങൾ ജനിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന നാളുകൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ജനിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് നല്ല ഓർമ്മയായപ്പോൾ ഈ അമ്മയ്ക്ക് വീണ്ടും അസുഖം ഉണ്ടായി. അപ്പോഴേ ഞങ്ങളൊക്കെ ഞാൻ വിശ്വാസം. എന്റെ അപ്പച്ചന്റെ കാല് നല്ല വരല് വയലിൽ ജോലി ചെയ്ത് നിന്നപ്പോൾ ഒരു ഈർക്കിൽ കൊണ്ട് പായി. അതങ്ങ് പഴുക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അതങ്ങോട്ട് പഴുക്കാം. പല ആശുപത്രി കൊണ്ടുവന്നു. സൗകര്യമില്ല. പഴുത്ത. കൊല്ലം ജില്ലയിൽ ചീരങ്കാവ് സ്വത്രം, അവിടെ സർക്കാർ ആശുപത്രി ചീരങ്കാവ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒക്കെ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോഴേ ഞാൻ വിശ്വാസം, ഞാൻ കരയാൻ തുടങ്ങി. 2 കാലം കൊണ്ട് ഓടി നടന്ന് ഞങ്ങൾക്ക് അധ്വാനിക കാലാണേലും ഓടി നടന്നു ഞങ്ങൾക്ക് അധ്വാനിച്ചു തന്ന കാലാണേല് വിരൽ മുറിക്കല്ലേ കർത്താവേ. ഇടനിന്ന് കരയാൻ തുടങ്ങി. ഒരു അബ്രഹാമ കരഞ്ഞാൽ അതിന്റെ കേറോപ്പിൽ ലോകത്തിനോട് കൃപ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മറക്കരുത്. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ തലയൊക്കെ വെച്ച് കരയാൻ തുടങ്ങി. കർത്താവേ, എന്നോട് കൃപ കാണിക്കണേ. എന്റെ പിതാവിന്റെ കാര്യം കൊടുക്കണേ. 2 കാലം കൊണ്ട് ഓടി നടന്ന എന്റെ പിതാവ് ഒറ്റക്കാലം വടിയുമായിട്ട് നടക്കാൻ കാണാൻ കഴിവില്ല. കർത്താവ് ചെയ്യണ്ടേ കർത്താവ്. നീ പുസ്തകം എടുത്തുകൊണ്ട് ഒരു വാക്ക് ദൈവത്തോട് പറഞ്ഞ അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. ആ തള്ളവറിലേക്ക് പോകുന്ന നരമ്പ് തുടവെച്ച് കണ്ടു. വെള്ളം മുറിക്കാതെ കൊണ്ടുപോയി. വെള്ളം മുറിച്ചില്ല. ഹല്ലേലൂയ. ദീർഘനാൾ എന്റെ പിതാവ് ജീവിച്ചിരുന്നു. എന്റെ പിതാവ് ഈ വിശ്വാസം വളരെ എതിരാണ്. എന്നാൽ ഇക്കാലമായപ്പോൾ എന്റെ പിതാവും യേശുവിനെ പിൻപറ്റി എന്റെ കൂടെ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം, നീ അവരുടെ പക്ഷം ചേരില്ല. കാര്യം അപ്പച്ചനും അമ്മയും പിന്നെ സമുദായത്തിലോട്ട് കത്തോലിക്കലോട്ട് മടക്കിക്കൊണ്ട് പോകാൻ വേണ്ടി അവർ നിൽക്കുക. ഇതെനിക്കറിയാം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നില്ല. വളരെ വിഷമത്തോട് പ്രാർത്ഥിച്ചുണ്ട്. ദൈവം എന്ന് പറഞ്ഞത്, നീ അവരുടെ പക്ഷം ചേരത്തില്ലടാ, അവൻ നിന്റെ പക്ഷം ചേരാൻ പോകാനാ. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? അടുത്ത മകൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നീ അവന്റെ പക്ഷം ചേരത്തില്ല, അവൻ നിന്റെ പക്ഷം ചേരും. എന്റെ പിതാവ് എന്റെ കൂടെ പ്രാർത്ഥിച്ചു. എന്റെ പെങ്ങളുണ്ട്, അളിയൻ. അവളും വിശ്വാസത്തിലേക്ക്. എന്റെ സഹോദരനുണ്ട്, അവനെ വിശ്വാസത്തിലേക്ക്. അമ്മ അമ്പലും മുമ്പിൽ അടുക്കത്തില്ല. അമ്മ സ്വത്രം ഗീർഗീസ് പുണ്യവാളനെ സേവിക്കുന്ന, അതിന്റെ പറ്റി മുറുകെ പിടിക്കുന്ന നിൽക്കുന്നതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ. ദൈവം അമ്മയെ സാധിച്ചു. 3 ഹോസ്പിറ്റലിൽ തള്ളി.
മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകും. ഒരു ദിവസം ഒരു പാസ് എന്റെ കൂടെ വന്നു. അപ്പച്ചൻ പറഞ്ഞ് ഭക്ഷണം കൊടുക്കാൻ. അമ്മ ഭക്ഷണം വിളമ്പിയിട്ട് കൊടുക്കാൻ നേരത്തെ അമ്മ പറഞ്ഞു, ഉപദേശമാർ തിന്നാണ്. ഭക്ഷണം കൊടുത്തില്ല. എന്റെ അമ്മ ഭക്ഷണം കൊടുത്തില്ല. ആ ഉപദേശി ആ അഭിഷേകം തന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ തന്റെ വീട്ടിൽ ഒരേ കറങ്ങി. എന്റെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിൽ ഒരേ കറങ്ങി. തന്റെ ഭാര്യ അടുക്കച്ച് പടി ഞാൻ വിശന്നിരിക്കുക. അതല്ല ഇവരെ പറഞ്ഞില്ല, ഞാൻ വിശന്നിരിക്കുക, എനിക്ക് ഭക്ഷണം തരണം. കേൾക്കണോ? 3 ഹോസ്പിറ്റൽ തള്ളി. പന്തളം മെഡിക്കൽ മിഷൻ 2, അടൂര്, അതാ തുവയൂർ മഠത്തിൽ ആശുപത്രി എന്ന് പറഞ്ഞ ആശുപത്രി ആദ്യം അവിടുന്നാണ് പന്തളം മെഡിക്കൽ മിഷനോട്ട് പോകും. അവിടെ 2 പേരെടുക്കപ്പെട്ട ആശുപത്രി കൊണ്ട് ആ 2 ആശുപത്രിയും തന്നെ മെഡിക്കൽ കോളേജിലോട്ട് പോകുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാത്രി 12 മണി 12 മണി കഴിഞ്ഞ സമയം ഞാൻ മെഡിക്കൽ കോളേജിലോട്ട് പോകുമ്പോൾ കൊട്ടാരക്കര കൊണ്ടൊരു പാസ് തന്നെ എത്തിയാണ്. അതേ വിളിച്ചെന്തിനറിയാമോ? ജെറോം പാസ് കിടന്ന് കൂർക്കം വിളിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങേണ്ട പാസ് എഴുന്നിട്ട് പ്രാർത്ഥിക്ക് ഇത് പറയാൻ വേണ്ടി എന്നെ വിളിച്ച ഫോൺ എടുത്തപ്പോൾ സ്തോത്രം, ഞാൻ പറയുന്നത് അമ്മയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ പറഞ്ഞ രക്ഷയില്ല. ഡോക്ടർമാർ പറഞ്ഞ രക്ഷയില്ല. അതാ സ്തോത്രം. ഈ വേദക പുസ്തകം എടുത്ത് അഭിഷേകം പറയുക, ദോഷമൊന്നും കണ്ടു. ഈ പുസ്തകം ചുമന്ന ദേവദാസൻ പറയുന്നു ദോഷമൊന്നും ഭവിക്കുന്നു. എന്നോട് പറയാം, ഒന്ന് കൈവച്ചേ, ഫോണിൽ കൂടെ ഒന്ന് കൈവച്ചേ, ഞാൻ പ്രാർത്ഥിക്കാം. അതേ പ്രാർത്ഥന കേൾക്കണോ? 4 ദിവസം മെഡിക്കൽ കോളേജ്. 4-ാം ദിവസം അമ്മ അവിടുന്ന് ഡിസ്ചാർജ്. എന്നെ അറിയാവുന്ന പല ദൈവമക്കൾ കൂട്ടായിട്ട് പലർക്കും പ്രാർത്ഥിച്ചു. ജെറോം പാസ്റ്റർ, അമ്മ സുഖമില്ലാതിരിക്കുകയാണേ, ദോഷം വമിക്കല്ലേ, പ്രാർത്ഥന കേടുവരല്ലേ, പ്രാർത്ഥന തൊടല്ലേ. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്നത് എന്റെ വീട്ടിൽ കൊണ്ട്, എന്റെ വീട്ടിൽ എപ്പോഴും പ്രാർത്ഥന, പ്രാർത്ഥന, ആരാധന. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ വീട്ടിൽ വെച്ച അമ്മ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ ചോദിച്ചു, അമ്മ കാതലി കഴുത്തിൽ, അമ്മയുടെ കാതലി കഴുത്തിൽ മാല കിടപ്പുണ്ട്, കാതെ കമ്മൽ കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മ എത്ര നാൾ കൊണ്ട് കിട്ടുകൊണ്ടിരിക്കുക? MR സ്കാൻ ചെയ്യാൻ നേരത്ത് ഈ കമ്മൽ ഊരിയില്ല അമ്മ, പിന്നെ അമ്മ ഇട്ടോ? കേൾക്കണോ? അമ്മ ദേഷ്യപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഇട്ട് കൊതി തീർന്നില്ല അമ്മ? ഈ കമ്മല കൂരി വെച്ചിട്ട് യേശുവിനെ ഞാൻ സ്വീകരിക്കത്തില്ല അമ്മ? മനസ്സില്ല, മനസ്സോട് അമ്മ കാതിൽ കിടന്ന കമ്മൽ കൂരി, കഴുതി കിടന്ന മാല അയച്ചു. എന്റെ മരുമോളെ കൊണ്ട്, എന്റെ മരുമോളെ. അമ്മ പറഞ്ഞു, യേശുവിനെ വേണം, എനിക്ക് യേശു ക്രിസ്തുവിനെ വേണം. അമ്മ യേശു ക്രിസ്തുവിനെ സ്വന്തം ഇഷ്ടമായി സ്വീകരിച്ചു. കൊട്ടാരക്കര IPCയുടെ സ്നാനക്കുളം ഭക്ഷണം കൊടുക്കാതെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിൽ വരെ കരഞ്ഞുപോയ ആ അഭിഷേകത്തിന്റെ കൈപ്പിൽ, അതെ, എന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഭക്ഷണം കൊടുക്കാതെ കരഞ്ഞോണ്ട് പോയ ആ അഭിഷേകത്തിന്റെ കൈക്കീഴിൽ അമ്മ സ്നാനം. നീ ആരെ കരയിപ്പിക്കുന്നു സൂക്ഷിച്ചു. യേശു ആർക്കും കടക്കാരനല്ല. എന്റെ അമ്മയും യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച് സ്നാനപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അത്ഭുതം നടത്തി. ആമേൻ, ആമേൻ. ദൈവം നടത്തുന്ന അനുഭവങ്ങൾ, എന്റെ ഭാര്യ എനിക്ക് ആദ്യം തലമുറ പറഞ്ഞപ്പോൾ പ്രസവത്തോട് ഉറക്കത്തിൽ കുണ്ട്ര LMS പറഞ്ഞ ആശുപത്രി, LMS പറഞ്ഞ ആശുപത്രി ഡോക്ടർ പരിശോധന കഴിഞ്ഞിട്ട് പറയുകയാണ്, പ്രസവം നടക്കത്തില്ല, ഓപ്പറേഷൻ. ഞങ്ങൾ ആശുപത്രിക്കകത്ത് പാതിരിച്ച് പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിക്കാൻ
ആശുപത്രിയിൽ പാവിച്ച് പ്രാർത്ഥിക്കാൻ കളിയാക്കി ആൾക്കാർ അപ്പുറം ഇപ്പുറം കിടക്കുന്ന ബെഡിൽ കിടക്കുന്ന കളിയാക്കി പ്രാർത്ഥിച്ചൊന്നും ഗുണമില്ല. ഓപ്പറേഷൻ തന്നെ നടക്കും. കാര്യം തല പറന്ന് വരേണ്ട സ്ഥാനത്ത് കാല പറന്ന് വരും. ഓപ്പറേഷൻ മാത്രമേ എന്റെ പ്രിയപ്പെട്ട ഫയൽ എഴുതി, ഓപ്പറേഷൻ എഴുതി. ഞങ്ങൾ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാം കൂടെ ആശുപത്രി മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4 സ്ത്രീകളെയാണ് ഓപ്പറേഷനിൽ വിളിച്ചത്. 4 സ്ത്രീ. ഒരു ബുധനാഴ്ച 3 സ്ത്രീകളുടെ വയറ് കീറി കുഞ്ഞിനെ. 4ാമത്തെ എന്റെ ഭാര്യയുടെ പള്ളയെ കത്തി വെക്കാൻ ദൈവം അനുവദിച്ചില്ല. ഗർഭപാത്രത്തിലൊക്കെ ശിശുവിന്റെ പൊസിഷൻ കറക്കി. ഗർഭപാത്രത്തിൽ വെച്ച് ശിശുവിന്റെ പൊസിഷൻ കറക്കിയെന്ന് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തെ കൊണ്ട് കഴിയാത്തൊരു കാര്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞിനെ എന്റെ അമ്മായിയമ്മ കുഞ്ഞിനെ മേടിച്ചോണ്ട് വെളിയിലോട്ട് വരുമ്പോ, പ്രസവത്തിൽ നിന്നും സ്തോത്രം, കുഞ്ഞിനെ മേടിച്ചോണ്ട് വെളിയിലോട്ട് വരുമ്പോ അടുത്ത വീട്ടിൽ കളിയാക്കിയവർ സിസ്റ്റർമാര് പറയുന്നു, നിങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. മരണം മുഖാമുഖം കണ്ടെന്ന് ഞാന് ഇലക്ട്രിക്കിന്റെ വർക്ക് ചെയ്യുന്ന ആളാണ്. സ്തോത്രം. ഒരു ദിവസം ഞാൻ കണ്ടു. സ്തോത്രം. മനുഷ്യൻ മരിക്കുന്നുമ്പാണ്. മനുഷ്യൻ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മരിക്കുന്നുമ്പാണ്. പ്രതികരിക്കാൻ പറ്റില്ല, ജയിക്കാൻ പറ്റില്ല. നിന്റെ സ്വാധീനം കൊണ്ട് അവിടെ ഒരു പണി നടക്കും. സ്വതന്ത്രം. നിന്റെ പണം കൊണ്ടൊരു പണി നടക്കത്തില്ല. നിന്റെ കഴിവ് കൊണ്ട് ഒരു പണി നടക്കത്തില്ല. നിന്റെ മുഷ്ടി കൊണ്ട് അവിടെ ഒരു ചുക്ക് നടക്കത്തില്ല. മനുഷ്യൻ മരിക്കുന്നു പറഞ്ഞ നമുക്ക് ചലിക്കാൻ പറ്റില്ല, പ്രവർത്തിക്കാൻ പറ്റില്ല. ആ മരണത്തിന്റെ കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ദൈവത്താലും സർവശക്തിയുള്ള ദൈവം വിചാരിച്ചാലേ അതിന് രക്ഷപ്പെടാം. ഞാൻ പറഞ്ഞല്ലോ, ഷോക്ക് അടിച്ചു താഴെ ബോധം. ഭാര്യയെ കാണണമെന്നുണ്ട്, കുഞ്ഞുങ്ങളെ കാണണമെന്നുണ്ട്, അമ്മയെ കാണണമെന്നുണ്ട്, ഒന്നും പറയണമെന്നുണ്ട്. മരണം മുഖാമുഖം, മരണം മുഖാമുഖം. പ്രിയപ്പെട്ടു, യേശുവിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ട്, യേശുക്രിസ്തുവിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ട് ആ മരണത്തിന്റെ കണിയിൽ ദൈവം സ്തോത്രം. യേശു അത്ഭുതങ്ങൾ. ഞാന് പുല്ലൂര് കിഴക്ക് ഉറുകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി കൊടുത്തു, ബൈക്ക് കൊടുത്തു. ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു വീട്ടിൽ ഒരു ലാറി പോകില്ല. എനിക്ക് മുമ്പേ മറ്റു വണ്ടി ലാറിക്കാരെ കൈ കാണിച്ചു. എന്റെ മുമ്പേ പോയ വണ്ടി കാറുകാരൻ, അദ്ദേഹം വണ്ടി കയറി. അദ്ദേഹത്തിന്റെ വണ്ടി കയറുന്ന അങ്ങോട്ട് ഞാനും കയറി മുമ്പോട്ട് പോയി. ഈ വണ്ടി ആ കയറിപ്പോയി. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ കാണുന്നതാ തങ്കാശിന്നൊരു ഫാസ്റ്റ് കയറി ഇറച്ചി കയറി. വലത്തോട്ട് മാറിയാലും ബസിന്റെ കീഴിൽ, ഇടത്തോട്ട് മാറിയാൽ ലോറിയുടെ കീഴിൽ. എന്റെ കൈകാലികൾ വിറയ്ക്കാൻ തുടങ്ങി. കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. കൈകാലികൾ കിടുകിട വിറയ്ക്കും. സ്തോത്രം. എനിക്കറിയാം ഏതെങ്കിലും ഒന്നിപ്പോ ഇവിടെ നടക്കും. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എങ്ങനെ 2 വാഹനത്തിനിടയിൽ നിന്ന് രക്ഷപ്പെടുന്നു? ഞാൻ എന്റെ വണ്ടി ബൈക്ക് സ്തോത്രം ഒരു സൈഡിൽ എന്റെ വണ്ടി ബൈക്ക്, എന്റെ കൈകാലികൾ വളർത്തി കിടക്കിട വളർത്തി. ഫോൺ എടുത്ത് എന്റെ പ്രിയപ്പെട്ടവളെ വിളിച്ചു. നീ എന്തോട് പോവാ? എന്റെ പ്രിയപ്പെട്ടവൾ തുണി കെട്ടിക്കൊണ്ടിരിക്കുക, തുണി വാരിയിട്ട് കഴിക്കൊണ്ടിരിക്കുക,
തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഹൃദയത്തിൽ ആഗ്രഹം പ്രാർത്ഥിക്കും. ഒരു മർമ്മം പറയാം, പ്രാർത്ഥിക്കാൻ നിയോഗം തന്നാൽ പിന്നെ അകട്ടെന്ന് നീ ചിന്തിക്കരുത്. പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം കിട്ടിയാൽ പിന്നെ ആകട്ടെന്ന് ചിന്തിക്കരുത്. പിന്നെ നീ വെച്ചാൽ ചെയ്യേണ്ട കാര്യം ശത്രു അത്തക്ക നോക്കില്ല. എന്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കേണ്ട കാര്യം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ പ്രാർത്ഥിക്കാൻ തയ്യാറായി. തുണി മാറ്റി, പിന്നെ തുണി കഴിഞ്ഞു, തുണി മാറ്റി വെച്ചിട്ട് അവൾ പ്രാർത്ഥിച്ചു. അവൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? വിഷയം അറിയാമോ? ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ നിനക്ക് നിയോഗം തരുമ്പോൾ വിഷയം നീ തരുത്തില്ല. നീ പ്രാർത്ഥിച്ചാൽ മതി. അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നാക്കിൽ വന്ന പദം, കർത്താവേ, എന്റെ ഭർത്താവ് നിന്റെതാണ്, വണ്ടി കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയതാണേ, ദോഷം ഭവിക്കല്ലേ, ദോഷം ഭവിക്കല്ലേ. ഇതാ പ്രാർത്ഥന. അവൾ കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫോണിന്റെ കോൾ സ്റ്റോപ്പ്. ഞാൻ ഞെട്ടിപ്പോയി. അന്ന് പകൽ എന്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മരണത്തിന്റെ കണ്ണിന് സ്റ്റോപ്പ്. യേശുവിനെ കൊണ്ട് കഴിയാത്ത കാര്യവും. ഞാൻ വിദേശ രാജ്യത്തായിരിക്കും. രാത്രി 9 മണി കഴിഞ്ഞ സമയം എനിക്ക് നെഞ്ചരപ്പം, ഇരിക്കാൻ വയ്യ, നിർത്താൻ വയ്യ, കിടക്കാൻ. എന്ത് ചെയ്യണമെന്ന് കഴിയും? ആ സമയം എന്റെ പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങളുമായിട്ട് അവർ കരകൊടുത്ത് മാറ്റുന്നു. മോനെ അവർക്ക് ഉറക്കം വരുന്നില്ല. പ്രിയപ്പെട്ടവർക്ക് ഉറക്കം വരുന്നില്ല. എന്താ അറിയാൻ വയ്യ. അപ്പോൾ ഇവിടെ ഉറക്കം വരാതിരിക്കുമ്പോൾ ഞാൻ അവിടെ മരണം മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കും. വിദേശ രാജ്യത്ത് നെഞ്ചരപ്പാട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കരഞ്ഞൊരു വാക്ക്, എന്നെ വിധവയാക്കുന്നു, എന്നെ വിധവയാക്കുന്നു. ആ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മരണം മരണത്തിൽ നിൽക്കുപോക്ക് പോകണം. മരണവാശുവിനെ ചുറ്റി, പാതാള വേദനയെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടം അനുഭവിച്ചു. അയ്യോ, യഹോവേ വിളിച്ചപേക്ഷിച്ചു, ദൈവം വിടുവിച്ചു. വിടുവിക്കുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്ലടയാറ്റിൽ വള്ളം പുഴയിൽ വള്ളം ഞാൻ തുറന്നിട്ടില്ല. ഒരു ദിവസം കടവിൽ വന്നിട്ട് വള്ളം തുഴയേണ്ട നയമ്പി, വള്ളം തുഴയേണ്ട നയമ്പളം ഞാനെന്തെന്നറിയാമോ? ആ നയമ്പി കെട്ടിയിട്ടിരുന്ന വള്ളത്തിനെ കെട്ടാൻ. ആ വള്ളത്തേക്ക് വള്ളം തുഴഞ്ഞ് മുന്നോട്ട് തുഴഞ്ഞു. എന്തൊരാഴമുള്ള സ്ഥലമാണെന്നറിയാമോ? എന്താഴമുള്ള സ്ഥലമാണെന്നറിയാമോ? എത്രണ്ണത്തിന്റെ പ്രാണനെടുത്ത ആറാണെന്ന് അറിയാമോ? കല്ലടയാറ്. എന്റെ കയ്യിൽ നിന്ന് വള്ളം താഴോട്ട് ഒഴുകാറുണ്ട്. താഴോട്ട് ഒഴുകിയപ്പോ ഞാൻ വലത്തെ ഭാഗത്ത് നായപ്പെട്ട് പറയാൻ പറ്റും. അപ്പൊ വള്ളം മേലോട്ട് കാണാം. സ്വോത്രം ഒത്തിരി ഞാൻ കുത്തൊഴുക്കുള്ള സ്ഥലം, ആഴമുള്ള സ്ഥലം. ഞാൻ പിടിക്കുന്നവർക്ക് ഈ വള്ളം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ വള്ളത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ച് ചെയ്യാൻ വിളിച്ച് എന്താ ചെയ്യാൻ? ഹല്ലേലൂയ. ഒരു കാട്ടിക്കൊണ്ടുവരും. ആ പോക്കിൽ വള്ളം ചരിഞ്ഞായിരുന്നു.
നിൽക്കാമെന്നായിരുന്നു ദൈവത്തിന് എന്നെ ആവശ്യം. യേശുവിന് നിന്നെ ആവശ്യമുണ്ടോ? സഹോദര, യേശുവിന് നിന്നെ ആവശ്യമുണ്ടോ? സഹോദരൻ, നിന്നെ യേശുവിന് നിന്നെ ആവശ്യമുണ്ടോ? പിതാവ്, യേശുവിന് ആവശ്യമുണ്ടോ? മാതാവ്, നിന്നെ യേശുവിന് ആവശ്യമുണ്ടോ? നിന്റെ പ്രാണൻ ഒരു കേൾവില്ല. അനുഭവിച്ചവനാണ്. സ്തോത്രം. അനുഭവിച്ചവനാണ്. ഹല്ലേലൂയ. എന്റെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം, എന്റെ ദൈവത്തെ കൊണ്ട് കഴിയാത്തൊരു കാര്യം ചെയ്യാൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കാലിൽ 2 വിരല്, കാലിൽ 2 വെള്ളം, കാലിൽ 2 വെടിച്ച് ചക്ക വെടിച്ച് ചേർന്ന് പോലെ എന്റെ കാലിൽ 2 വെള്ളം പിടിച്ചു. ഷുഗർ പിടിച്ച പലരെയും അതുകൊണ്ട് പലർക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല കാലിന്റെ വെള്ളം കേടുവന്ന് പഴുത്ത് ഉണങ്ങാതെ സ്വന്തം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലർക്കും ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ 2 കാലും കാലും കിട്ടണം. സ്വന്തം ബാത്റൂമിൽ പോകണമല്ലോ. മനുഷ്യന്റെ പ്രധാന വിഷയമല്ലേ ബാത്റൂമിൽ പോകാൻ. ബാത്റൂമിൽ പോകാൻ വയ്യ, കാല് തറയിറക്കണം. ഞാൻ ഒത്തിരി കാര്യം ഞാൻ ദൈവത്തോട് കർത്താവേ, 19ാമത്തെ വയസ്സിൽ പുസ്തകം ചുമന്ന, ബൈബിൾ ചുമന്ന സമയം, അത് പ്രായം 56. സ്വതന്ത്രം. ഹല്ലേലൂയ. എന്നോട് കരുണ കാണിക്കുന്നു. നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ സഹിച്ചു ഓർക്കുന്നില്ലേ? ശബ്ദരാജകൾ നിന്റെ നാമത്തിന് വേണ്ടി നിന്നത് ഓർക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഞാൻ കരയാക്കും. എന്റെ സ്നേഹിതന്മാർ പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എണ്ണ പൂശി എന്റെ കാലിൽ പ്രാർത്ഥിച്ചു. ദൈവനെ സൗഖ്യമാക്കി. ഞാൻ ചിന്തിച്ചു, ഇതോടെ പ്രസംഗം പ്രാർത്ഥനയ്ക്ക് പോക്ക് നടക്കും. എന്നാൽ എന്റെ 2 കാലിന്റെ വെള്ളയും ദൈവം സൗഖ്യമാക്കി. യേശു സൗഖ്യമാക്കുന്നത് ഞാനൊരു വാക്കിൽ ഇന്ന് പകൽ ഈ രാത്രിയിൽ ജനപ്പുറത്തിൽ ഒത്തിരി സന്തോഷം. സർവശക്തിയുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു സൗഖ്യനായത്, യേശുവിനെ കൊണ്ട് കഴിയാത്തൊരു കാര്യം. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ. ഇത്രത്തോളം ഞങ്ങളോടൊത്ത് സമയം വേർതിരിച്ച് നമുക്ക് സമയം അധികം മുന്നോട്ട് പോയി എങ്കിലും കൃപയാൽ അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രികാലം കർത്തദാസിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളും വിടുതലുകളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നല്ലോ. കർത്താവെ, ഞങ്ങളുടെ അഭിഷിക്തനെ തുടർന്നും അനുഗ്രഹിക്കണമേ. അതിശക്തമായിട്ട് അവിടുത്തെ കരങ്ങൾ ഉപയോഗിക്കണമേ. ആയിരങ്ങൾക്ക് തന്നെ ഒരു ആശ്വാസവും വിടുതലുമായി മാറുവാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. കുടുംബമായി അങ്ങ് ആദരിക്കണമേ കർത്താവേ. തൻ്റെ ജീവിതത്തിന്റെ ഈ അനുഭവ സാക്ഷ്യങ്ങൾ അനേകരിൽ എത്തപ്പെടുവാൻ, അനേകർക്ക് കർത്താവേ ഒരു വലിയ വിടുതൽ പ്രാർത്ഥനയിലൂടെ ആമേൻ കഴിയാത്ത യാതൊരു കാര്യമില്ല എന്ന് വിശ്വസിച്ചേറ്റെടുക്കുവാൻ ദൈവം ഇടയാക്കണം. അഭിഷിക്തനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പാസ്റ്ററെ, ഞങ്ങളോടൊത്ത് ഇത്രയും സമയം ചെലവഴിച്ചതിനായിട്ട് സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. മറാനാഥ.